ഓക്കെ ഗൈസ്, നമ്മൾ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചെറിയ ടോപ്പിക്സ് ആണ്. ഒന്ന് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും. ഓക്കെ, എന്ത് ചാറ്റിലുണ്ട്? എല്ലാവരും വോയിസ് ഓഫ് ആക്കിട്ടോ, ബാക്കിയുള്ള എല്ലാവരും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. ആരും വോയിസ് ഓഫ് ചെയ്യാത്ത എല്ലാവരും വോയിസ് ഓഫ് ചെയ്യും. ഷെറിൻ പ്ലീസ് വോയിസ് ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് ചെറിയ ടോപ്പിക്സ്, ഒന്ന് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും ഒന്ന് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ ഇതിൽ കാര്യമായി അതിന്റെ കൺസെപ്റ്റ്സ് ആണ് നോക്കുന്നത്. കൺസെപ്റ്റ്സും അതിനോട് ബന്ധപ്പെട്ട ചെറിയൊരു പ്രോബ്ലം ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഈ ക്ലാസ് ഈ റിവിഷൻ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ, ലൈവ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഒന്ന്, നിങ്ങൾ എന്ത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആകെ ഇവിടെ ഇപ്പൊ ചെയ്യേണ്ടത് ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നോട്ട് വേണ്ട, നിങ്ങൾ കയ്യിൽ ടെക്സ്റ്റ് വേണമെന്നില്ല, ഒന്നും വേണ്ട. ജസ്റ്റ് ഈ സ്ക്രീനിൽ ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ വോയിസ് ഓഡിബിൾ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, ഇവിടെ നമ്മൾ ഒരു മൊഡ്യൂളോ അല്ലെങ്കിൽ ഒരു നോട്ടോ വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. നമ്മൾ ഇതിനായിട്ട് സ്പെഷ്യലി ഉണ്ടാക്കിയ നോട്ടാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയിരിക്കും. അപ്പൊ നിങ്ങൾ പിന്നീട് വന്നിട്ട് ഇതെന്തായിരുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാളും ആ ഒരു ഫ്ലോയിൽ എൻ്റെ കൂടെ പ്രസന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുക. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ കാര്യം, ക്ലാസ് വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് 1 hour 1.5 hour തീരും. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഒരു സ്ട്രെച്ചിൽ തന്നെ ഇപ്പൊ തന്നെ ഇരുന്നിട്ട് എന്ത് ഈ രണ്ട് ടോപ്പിക് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. പകുതി വെച്ചിട്ട് നിർത്തി പോവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അർജന്റ് ആണെങ്കിൽ പോയിക്കോളൂ, പക്ഷേ മാക്സിമം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ 1.5 hour വേറെ എന്തെങ്കിലും ജോലി ആണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പ്ലീസ് ആദിത്യ അച്ചു ഒന്ന് വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രെച്ചിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ജസ്റ്റ് ഈ രണ്ട് ടോപ്പിക് ഒന്ന് എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലേക്ക് നമുക്ക് പോകാം. ഞാൻ ആദ്യം പറഞ്ഞു, ഇതിന് നിങ്ങൾ ഏത് നോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഏത് ലെക്ചറാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതൊന്നും ഡസന്റ് മാറ്റർ. നിങ്ങൾ ഏത് നോട്ടിൽ എടുത്ത ആളാണെങ്കിലും നിങ്ങൾ ഏത് ലെക്ചർ യൂസ് ചെയ്താണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലീവ് ഇറ്റ്. ഓക്കെ, അതൊന്നും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ നോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒന്നിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ സ്ക്രീനിൽ മാത്രം നോക്കുക, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ആണ്. ഓക്കെ, ആദ്യം റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. റിഡംഷനും ഇഷ്യൂവും ഷെയർ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഫോക്കസ് ചെയ്തിരിക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് എന്തുണ്ടാവും, അതിന്റെ ബാലൻസ് ഷീറ്റ്. നമ്മൾ കൺസെപ്റ്റ് ഒരു ഇതൊക്കെ പറയാം ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഉണ്ടാകും അല്ലെ, ക്യാപിറ്റൽ ഉണ്ടാകും, അതിന് താഴെ ഉണ്ടാകും ലോൺസ് ഉണ്ടാവും അല്ലെ. ഇത് രണ്ടും എന്താണ്, കമ്പനിയുടെ സോഴ്സ് ഓഫ് ഫണ്ടാണ് അല്ലെ. ലോണുകളായിട്ടോ ക്യാപിറ്റലായിട്ടോ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഫണ്ട് കൊണ്ടുവരാം അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യും, അസറ്റ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യും അല്ലെ. ഇതല്ലേ നോർമൽ ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസ്. അതെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിന് തന്നെ നമ്മൾ പല പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. അതില് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഷെയർ ക്യാപിറ്റൽ അല്ലെ, പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, നമ്മൾ പ്രിഫറൻസ് ഷെയർസിലേക്ക് മാത്രം വന്നു. നമ്മൾ ഇവിടെ എത്തി, ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ തുടങ്ങിയത്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ പോർഷനിലേക്ക് മാത്രം വന്നു. ക്യാപിറ്റൽ പോർഷനിൽ ഇക്വിറ്റി ഷെയർസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് അല്ലെ. അതിൽ പ്രിഫറൻസ് ഷെയർസിന്റെ പോർഷനിലേക്ക് നമ്മൾ വന്നു. ഈ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്സൈഡ് പബ്ലിക്കിന് നമ്മൾ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും അല്ലെ. ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. ഈ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കും അല്ലെ. ഈ പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ, നമ്മളിവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് കമ്പനി CMA എന്നാണ്. ഓക്കെ, CMA എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര നേട്ടങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇത്ര ലാഭങ്ങളുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിലൂടെ, ഏത് ഷെയർ ആണ്, ഇക്വിറ്റി ഷെയർ അല്ലെ, പ്രിഫറൻസ് ഷെയർ. ഓക്കെ, ഈ പ്രിഫറൻസ് ഷെയർ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് ഞങ്ങൾക്ക് കമ്പനിയിലേക്ക് പ്രിഫറൻസ് ഷെയർസിന്റെ ക്യാപിറ്റലിൽ നിങ്ങൾ തരണം. പിന്നെ റിട്ടേൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർസ് റിട്ടേൺസ് ഒക്കെ കൊടുക്കും. അത് വേറെ പോർഷൻ. ഓക്കെ, പ്ലീസ് വോയിസ് ഒന്ന് ആരും ഓൺ ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ, അപ്പോ ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിൽ ഇഷ്യൂ ചെയ്ത പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യണം,
ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, റെഡീം ചെയ്യണം. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യണം. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇല്ല. ആദ്യത്തെ പോയിന്റ് ആണ്. പ്രിഫറൻസ് ഷെയർസിൽ എന്താ ഉള്ളത്, റിഡംഷൻ ഈസ് മസ്റ്റ്. ഓക്കെ, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്തില്ല, പ്രിഫറൻസ് ഷെയർസിൽ ഇല്ല. പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കണം, റെഡീമബിൾ ആയിരിക്കണം. റിഡീമബിൾ റിഡംഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ, തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ കമ്പനി CMA എന്ത് ചെയ്തു, 100 പ്രിഫറൻസ് ഷെയർസ് ഫേസ് വാല്യൂ എന്താണെന്ന് ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ഫേസ് വാല്യൂ 10 രൂപയുള്ള പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്തു, 2010 ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഫോർ 10 years, 10 വർഷത്തേക്ക്. റിഡീം അറ്റ് പ്രീമിയം 2 years. നിങ്ങളെ പ്രിഫറൻസ് ഷെയർസിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴൊക്കെ പ്രിഫറൻസ് ഷെയർസിന്റെ ഇഷ്യൂ ആവട്ടെ, പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ആവട്ടെ, ഒരു ടേം, ഒരു ആദ്യത്തെ ഒരു പോർഷൻ ഈ ഒരു വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ക്വസ്റ്റ്യനിലാണെങ്കിലും നിങ്ങളുടെ എക്സാമ്പിളിലാണെങ്കിലും എന്തിലാണെങ്കിലും ഈ ഒരു ടേം ആയിരിക്കും. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, കമ്പനി CMA എന്ത് ചെയ്തു, 100 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഫേസ് വാല്യൂ 10 rupees ആണ്. 2010 10 yearsലേക്ക്. ഓക്കെ, റിഡീം ചെയ്യുന്നത് 22 rupees. ആദ്യം ഞാൻ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് എന്താണ്, റിഡംഷൻ പോസിബിൾ ആണ്. പ്രിഫറൻസ് ഷെയർസിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. രണ്ടാമത്, റിഡംഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, അതിന്റെ പേരിൽ കമ്പനി പൈസ വാങ്ങി, ഒരു പീരീഡിൽ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പ്രിഫറൻസ് ഷെയർസ് റിഡംഷൻ ചെയ്യാണ്, തിരിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യാണ്, പൈസ എന്ത് ചെയ്യണം, ആ ഷെയർ പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അവരെ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, റിഡംഷൻ മസ്റ്റ് ആണ്. റിഡംഷൻ എത്ര, ഒരു ഫിക്സ്ഡ് ടേമിലേക്ക്. ഇവിടുത്തെ ഫിക്സ്ഡ് ടേം അതാ 10 years അല്ലെ, 10 വർഷത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാണ്, കമ്പനി ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് 10 വർഷത്തേക്ക് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, 10th ഇയറിൽ എന്ത് ചെയ്യും, റിഡംഷൻ നടത്തും. റിഡംഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, ഈ പ്രിഫറൻസ് ഷെയർസ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, പൈസ തിരിച്ചു കൊടുക്കും. ഓക്കെ, ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, ഈ റിഡംഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ രീതിയിൽ ചെയ്യാം, അറ്റ് പാർ, അറ്റ് പ്രീമിയം. ഇത് നിങ്ങൾ റിഡംഷനിൽ എല്ലായിടത്തും കേൾക്കുന്ന 2 വേർഡ്സ് ആയിരിക്കും, അറ്റ് പാർ ആൻഡ് അറ്റ് പ്രീമിയം. ഓക്കെ, വാട്ട് ദിസ് മീൻ അറ്റ് പാർ? അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാല്യൂ 10 രൂപയ്ക്കുള്ള ഷെയർ ആണ്, നിങ്ങൾ പ്രിഫറൻസ് ഷെയർസ് ആണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കാം. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർസ് ആണ് നിങ്ങൾ ഇഷ്യൂ ചെയ്തെങ്കിൽ, നിങ്ങൾ റിഡീം ചെയ്യുമ്പോഴും അതേ എമൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് അറ്റ് പാർ. ഓക്കെ, സിമ്പിൾ. ഈ 2 ടേംസും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യനിലും കാണും, അറ്റ് പാർ, അറ്റ് പ്രീമിയം. ഞാൻ വീണ്ടും പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് അറിയുന്ന കൺസെപ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനു മുന്നേ നിങ്ങൾ കേട്ടതായിരിക്കും, ജസ്റ്റ് എൻ്റെ കൂടെ കേട്ടിരുന്നാൽ മതി. ഓക്കെ, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ റിഡംഷൻ 2 രീതിയിൽ നമുക്ക് നടത്താം. എങ്ങനെയൊക്കെ, അറ്റ് പ്രീമിയം ഓർ അറ്റ് പാർ. ആരാടാ വരക്കുന്നുണ്ടല്ലോ, പ്ലീസ് പെൻ യൂസ് ചെയ്ത് വരക്കുന്നു. ഓക്കെ, റിഡംഷൻ ഏതൊക്കെ രീതിയിലുണ്ട്, അറ്റ് പ്രീമിയത്തിലുണ്ട്, അറ്റ് പാറിലുണ്ട്. അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ 10 ആണെങ്കിൽ അതേ ഫേസ് വാല്യൂ തന്നെ റിഡീം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, 10 എന്ന് ഞാൻ എക്സാമ്പിൾ എടുത്താണ്, ചിലപ്പോൾ ഇത് വേറെ ഏതും ആകാം. ഓക്കെ, ഫേസ് വാല്യൂ 20 ആകാം, 100 ആകാം, 50 ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഫേസ് വാല്യൂവിൽ തന്നെ നമ്മൾ റിഡീം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നത് എന്താണ്, റിഡംഷൻ അറ്റ് പാർ. എന്നാൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണിത് റിഡംഷൻ അല്ലെങ്കിൽ റിഡീം അറ്റ് പ്രീമിയം. അങ്ങനെ പറയാൻ കാരണം എന്താ, ഇവിടെ ഒരു 10 rupeesന്റെ മേലെ 2 rupees നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീമിയം പേ ചെയ്യുന്നുണ്ട് അല്ലെ, പ്രീമിയം എമൗണ്ട് അല്ലെ. പ്രീമിയം എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ റിഡംഷൻ എന്ന് വിളിക്കുന്നത് റിഡംഷൻ അറ്റ് പ്രീമിയം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, റിഡംഷൻ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിക്കോട്ടെ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇഷ്യൂല് എന്തുണ്ടാവും, ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഇഷ്യൂ അറ്റ് പാറും ഉണ്ടാവും, ഇഷ്യൂ അറ്റ് പ്രീമിയം ഉണ്ടാവും. ഓക്കെ, ഈ 2 ടേംസും ഓർത്ത് വെക്കാം. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് പാർട്ട്ലി പെയ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഒക്കെ എന്താണ്, ഒരു ടേംസ് ആണ്. ഓക്കെ, നിങ്ങൾ പ്രീമിയം ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസും റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ ചെറിയ ചെറിയ ടേംസ് ആണ്. ഓക്കെ, പാർട്ട്ലി പെയ്ഡും ഉണ്ട്, ഫുള്ളി പെയ്ഡ് ഉണ്ട്. ഓക്കെ, പാർട്ട്ലി പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ് വാല്യൂ 10 rupees ഉള്ള ഷെയർ ആണ് ഇവിടെ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതിൽ 10 rupees ഫുള്ളി ഉള്ള ഷെയറിൽ എന്ത് ചെയ്തില്ല, നമ്മുടെ പ്രിഫറൻസ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ക്യാപിറ്റൽ എടുത്ത ആൾ എന്ത് ചെയ്തില്ല, 10 rupees പേ ചെയ്തില്ല, ഓൺലി 5 rupees പേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ഫുള്ളി പെയ്ഡ്, ഇറ്റ്സ് പാർട്ട്ലി പെയ്ഡ്. എന്നാൽ
പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾ റിഡീം ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അതായത് 10 വർഷം കഴിഞ്ഞിട്ട് കമ്പനി CMA എന്ത് ചെയ്യണം, 100 പ്രിഫറൻസ് ഷെയർസും റിഡീം ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് കമ്പനീന്റെ ബാലൻസ് ഷീറ്റിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് റിഡീം ചെയ്യാൻ പാടില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് വിൽ ബി ഫുള്ളി പെയ്ഡ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്കില് ബാലൻസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടെന്ന് വിചാരിക്കോ. ക്വസ്റ്റ്യൻ തന്ന സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റിൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് എഴുതിയിട്ട്, പ്രിഫറൻസ് ഷെയർസ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ പാർട്ട്ലി പെയ്ഡ് എന്ന് എഴുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ്. അങ്ങനെ വരുന്ന സമയത്ത് പറയുന്നത് പാർട്ട്ലി പെയ്ഡ് ഷെയർ എന്ത് ചെയ്യാൻ പാടില്ല, ഡയറക്ട്ലി റിഡീം ചെയ്യാൻ പാടില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ഈസ് ഫുള്ളി പെയ്ഡ്. അതായത് 5 രൂപ തന്നിട്ട് ഒരാളെ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിഡീം ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് എന്താടാ സ്ക്രീന്, 1 സെക്കൻഡ്, സ്ക്രീൻ ബ്ലാങ്ക് ആയോ? സോറി ഗൈസ്, ആരോ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ശരിയല്ലേ? ഓക്കെ, ദയവായി ആരും കേഴ്സർമേ നക്കി നശിപ്പിക്കരുത്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് എഫക്റ്റ് ഇവിടെ വരും. ഓക്കെ, ഓക്കെ, ഓക്കെ. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഡിസ്റ്റർബ് നമ്മള് കേഴ്സർ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ക്ലാസ് ബ്രേക്ക് ആവും. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാൻ പാടില്ല, ഡയറക്ട്ലി റിഡീം ചെയ്യാൻ പാടില്ല. അത് ആദ്യം എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് ഷെയർസ് ആക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, റിഡീം ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ആദ്യം മനസ്സിലാലോചിക്കേണ്ട, ബാലൻസ് ഷീറ്റ് ആലോചിക്കുക, ബാലൻസ് ഷീറ്റിനകത്ത് ഷെയർ ക്യാപിറ്റൽ ആലോചിക്കുക, ഷെയർ ക്യാപിറ്റലിനകത്ത് പ്രിഫറൻസ് ഷെയർസ് ആലോചിക്കുക, പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ആലോചിക്കുക. റിഡംഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്, ഒരു ഫിക്സ്ഡ് ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ വാങ്ങിയ ആൾക്കാർക്ക് പൈസ ഒരു ഫിക്സ്ഡ് ടേം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പോയിന്റ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് പഠിച്ചത് എന്താ, റിഡീമബിൾ തന്നെ 2 രീതിയിൽ റിഡീം ചെയ്യും. എങ്ങനെയൊക്കെ, അറ്റ് പാറും അറ്റ് പ്രീമിയം. പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ ഈക്വൽ ടു റിഡംഷൻ, ദാറ്റ് ഈസ് റിഡീമബിൾ അറ്റ് പാർ. നേരെ മറിച്ച് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രീമിയം. ആൻഡ് തേർഡ് പോയിന്റ് നമ്മൾ പഠിച്ചത് എന്താ, ഒരു പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാർട്ട്ലി പെയ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിഡംഷൻ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. ഓക്കെ, ഓക്കെ. ഇനി റിഡംഷൻ ചെയ്യുന്ന സമയത്ത്, റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് തന്നെ വരികയാണ്. മൈൻഡിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ആലോചിക്കണം. റിഡംഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞത്, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, കമ്പനിയുടെ കയ്യിൽ, നമ്മുടെ കമ്പനി ഏതാ, CMA ലിമിറ്റഡ് അല്ലെ, CMA എന്ന് പറയുന്ന കമ്പനിക്ക് പൈസ വേണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് നമ്മൾ പൈസ കൊടുത്ത് പിരിച്ചുവിടണം അല്ലെ. അപ്പൊ അവരുടെ കയ്യിൽ നമുക്ക് എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ അസറ്റ് വേണ്ടേ, കമ്പനിയിൽ അസറ്റ്, കമ്പനിയിൽ ക്യാപിറ്റൽ വേണ്ടേ, സോറി ബാലൻസ് വേണ്ടേ, ഫണ്ട് ബാലൻസ് വേണ്ടേ. അതിന്
നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് മെത്തേഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ വേണ്ടിയുള്ള സോഴ്സ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്? ഒന്ന് പ്രൊസീഡ്സ് ഓഫ് കമ്പനി, ഫസ്റ്റ് മെത്തേഡാണ് പ്രൊസീഡ്സ് ഓഫ് കമ്പനി. പ്രൊസീഡ്സ് ഓഫ് കമ്പനി അല്ലെങ്കിൽ അവൈലബിൾ ഫോർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങളുടെ കമ്പനിയിൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ബാക്കിയുള്ള എമൗണ്ട് എന്താണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കമ്പനിയിലെ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റിൽ ഫ്രീ റിസർവ് ഉണ്ടാവും അല്ലെ, ഫ്രീ റിസർവ് ഉണ്ടാവും, റീവാലുവേഷൻ റിസർവ് ഉണ്ടാവും, ജനറൽ റിസർവ് ഉണ്ടാവും. ഈ ടേംസ് ഒക്കെ അറിയില്ലേ? സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? കമ്പനിയുടെ ഫണ്ടുകളാണ് അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകളാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അവസാനം നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതൂലേ? ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കും. ഈ എമൗണ്ട് ബാലൻസ് അവൈലബിൾ ആയ എമൗണ്ട് നമ്മൾ എന്താ വിളിക്കുക? ഡിവിഡൻഡ് കൊടുക്കാൻ പോസിബിൾ ആയ എമൗണ്ട് അല്ലേ, ബാലൻസ് ഉള്ള എമൗണ്ട് അല്ലേ, നെറ്റ് പ്രോഫിറ്റിൽ ബാലൻസ് ഉള്ള എമൗണ്ട് അല്ലേ? ഈ എമൗണ്ട് ഇതുപോലുള്ള നെറ്റ് കമ്പനിയിൽ ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് എമൗണ്ട് നമുക്ക് പ്ലീസ് ആ വോയിസ് ഒന്ന് ഓഫ് ആക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് നമ്മളെ ഈ രണ്ട് സോഴ്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. രണ്ട് സോഴ്സിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫറൻസ് ഷെയർസിന് റിഡംഷന് ഫണ്ട് കൊടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ എന്താ? പ്രൊസീഡ്സ് ഓഫ് കമ്പനി. പ്രൊസീഡ്സ് ഓഫ് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് കൊടുക്കാൻ പോസിബിൾ ആയിട്ടുള്ള ബാലൻസ് നിൽക്കുന്ന ഫണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ RR എന്ന് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് റീവാലുവേഷൻ റിസർവ് ആണ്. റീവാലുവേഷൻ റിസർവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പ്രിഫറൻസ് ഷെയർസ് കൊടുക്കാൻ പറ്റുമോ? നോ. കാരണം എന്താ? റീവാലുവേഷൻ റിസർവ് എന്തിനല്ല, ഡിവിഡൻഡിന് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ആണോ? അല്ല. അപ്പൊ റീവാലുവേഷൻ റിസർവ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പ്രിഫറൻസ് ഷെയർസിന് റിഡീം ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് SP സെക്യൂരിറ്റീസ് പ്രീമിയം അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ആണോ? അല്ല. അപ്പൊ സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ പറ്റൂല. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡ് നമ്മൾ എന്താ പഠിച്ചത്? പ്രൊസീഡ്സ് ഓഫ് കമ്പനി. ഓക്കെ, ആ സമയത്ത് ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് ഫ്രഷ് ഇഷ്യൂ ആണ്. പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ, അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോണേ? ഒരു ഓൾറെഡി ഉണ്ടായിരുന്ന പ്രിഫറൻസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാണ്? റിഡീം ചെയ്യാണ്. ആ റിഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് ഫണ്ട് വേണം അല്ലെ? ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ ഇഷ്യൂ നടത്തുകയാണ്. അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സാർ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും ഒരേ ഒരു ഉദ്ദേശം നിങ്ങളെ കൺസെപ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? പ്രൊസീഡ്സ് ഓഫ് കമ്പനി. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞത് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഫ്രഷ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, ആരോ ഡൗട്ട് എന്തോ പറഞ്ഞു? സെക്കൻഡ്. പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്റെ ഇടയിൽ ചോദിച്ചു പോട്ടെ. നമ്മൾ പ്രത്യേക ഇതിന് ടൈം ഒന്നും എടുക്കൂല. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അപ്പൊ കേൾക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ സെക്യൂരിറ്റീസ് പ്രീമിയം വഴി പേ ചെയ്തൂടെ? പ്രീമിയം പേയബിൾ ഓൺ പ്രിഫറൻസ് ഷെയർ സെക്യൂരിറ്റീസ് പ്രീമിയം വഴി പേ ചെയ്തൂടെ? എനിക്ക് മനസ്സിലായില്ലേ? ഈ ഉദ്ദേശിച്ചത് എന്താ മനസ്സിലായില്ലടാ? പ്രീമിയം പേയബിൾ ഓൺ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, റിഡംഷൻ സമയത്തുള്ള പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം അതല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. സെക്യൂരിറ്റീസ് പ്രീമിയം വഴി ഇല്ല. സെക്യൂരിറ്റീസ് പ്രീമിയത്തെ കുറിച്ചല്ല നമ്മൾ റിഡംഷനെ കുറിച്ചാണ് സംഭവിക്കുന്നത്. ഓക്കെ, പ്രീമിയത്തെ കുറിച്ചല്ല. പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ അല്ല, ഞാൻ റിഡംഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡംഷൻ നടത്താൻ പറ്റും. ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ഷെയർ നമുക്ക് ഫ്രഷ് ഇഷ്യൂ നടത്താൻ പറ്റും? പ്രിഫറൻസും ചെയ്യാൻ പറ്റും, ഇക്വിറ്റിയും ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റിഡീം ചെയ്യുന്നത് ആരെയാണ്? എപ്പോഴും മൈൻഡിൽ വേണ്ട, റിഡീം ചെയ്യുന്നത് പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർസിനെയാണ്. പക്ഷേ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ആ ഷെയർ എന്താവാം?
ഇക്വിറ്റി ഷെയറും ആവാം. ഒരിക്കലും വിചാരിക്കരുത് എന്ത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യണമെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർസും എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാം. അപ്പൊ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ പോയിന്റ്, ഇതൊക്കെ ഞാൻ നോട്ടായിട്ട് എഴുതിയില്ല, അതിലുള്ള ക്രിസ്പ് മാത്രം എടുത്ത് എഴുതിയാണ്. നിങ്ങൾ ചിലപ്പോൾ നല്ല നോട്ട് ഉണ്ടാവും. ഓക്കെ, അത് യൂസ് ചെയ്തോളൂ. ഓക്കെ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്തല്ല, പോസിബിൾ അല്ല. അതായത് ഡിബഞ്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും. ക്യാപിറ്റലിന്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് എന്ത്, ക്യാപിറ്റൽ ഉണ്ട്, അതിന് താഴെ ലോൺ പഠിച്ചു. ഈ ലോണിൽ പെടുന്ന ഒരാളാണ് എന്ത്, ഡിബഞ്ചേഴ്സ് അല്ലെ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രം അല്ലെ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാൻ പറ്റില്ല. ശരിക്കും വേർഡ്സ് കുറെ ഷെയർ എന്നൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, കൂടെ ഇരുന്ന് കേട്ടാൽ മതി. ഓക്കെ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിബഞ്ചർ ഫ്രഷ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാൻ പറ്റില്ല. പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ഫ്രഷ് ഇഷ്യൂ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ആരൊക്കെ പറ്റുള്ളൂ, ഒന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ട് ഷെയറും പുതിയത് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡീം ചെയ്യാൻ പറ്റും പ്രിഫറൻസ് ഷെയർസിനെ. ഓക്കെ, നെക്സ്റ്റ്, ഇത് നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി പ്രീമിയം നോട്ട് അലൗഡ് ഫോർ റിഡംഷൻ. ഓക്കെ, ഇനി ജേണൽ എൻട്രീസ്. ഈ ടോപ്പിക്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ളത് ജേണൽ എൻട്രീസ് ആണ്. റിഡീം ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രീസ്, അതിന്റെ ലെഡ്ജർ പോസ്റ്റിംഗ്. ഓക്കെ, അതിൽ ജേണൽ എൻട്രീസ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അറ്റ് പാറിൽ എന്താന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, പ്രീമിയം എന്താണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അറ്റ് പാറിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അറ്റ് പാറിൽ നമ്മൾ ഇഷ്യൂ, ആദ്യം നമുക്ക് ഇഷ്യൂ നോക്കാം. ഓക്കെ, റിഡീം ചെയ്യുന്നതിന് മുമ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ലോജിക്കലി ഒരിക്കലും ജേണൽ എൻട്രീസ് എന്ത് ചെയ്യാൻ പാടില്ല, കാണാതെ ഓർത്ത് വെക്കാതെ ലോജിക്കലി ആലോചിച്ച് വെക്കാം. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾക്ക് എന്താ കിട്ടുക, നമ്മൾ എന്താ കമ്പനി എന്താ കൊടുക്കുക, കമ്പനി ഷെയർ കൊടുക്കും അല്ലെ. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്താ കൊടുക്കുക, ഒരു ഷെയർ കമ്പനി കൊടുക്കുന്നു, പകരം കമ്പനിക്ക് എന്ത് കിട്ടും, ബാങ്കിലേക്ക് ഫണ്ട് വരുന്നു അല്ലെ. ജേണൽ എൻട്രി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ജേണൽ എൻട്രി എന്ന് ആലോചിക്കാൻ, അറ്റ് പാറാണ്. അറ്റ് പാറിൽ എന്തായിരിക്കും ജേണൽ എൻട്രി നമ്മൾ എങ്ങനെ ആലോചിക്കാം, ബാങ്കിലേക്ക് ഫണ്ട് വരുന്നുണ്ട്. ബാങ്കിലേക്ക് ഫണ്ട് വരുമ്പോൾ സ്വാഭാവികമായും ബാങ്ക് എന്താണ്, അസറ്റ് ആണ്. അസറ്റിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ബാങ്കിന് ഡെബിറ്റ് ചെയ്യേണ്ടി വരും. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അല്ലെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഓക്കെ, ആ റെക്കോർഡിംഗ് കിട്ടും, റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ, അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എങ്ങടാ പോടാ, ബാങ്കിൽ നിന്ന് ഫണ്ട്, ബാങ്കിലേക്ക് എന്ത് ചെയ്തു, ഫണ്ട് വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു, അസറ്റിനെ ക്രിയേറ്റ് ചെയ്തു അല്ലെ. ആർക്കാ എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഏത് ഷെയർ നിങ്ങൾക്ക് വെറുതെ എഴുതാൻ പറ്റുന്ന ജേണൽ എൻട്രി. ഇത് പ്രിഫറൻസ് ആവണമോ ഇക്വിറ്റി ആവണമോ ഒന്നും നിർബന്ധമില്ല. വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അപ്പുറത്തൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി ആരാ, ഷെയർ ക്യാപിറ്റൽ ആണ്. ഓക്കെ, നോർമൽ എൻട്രി ആണ്. ഓക്കെ, ഇതാർക്കും ആലോചിച്ചാൽ കിട്ടുന്ന നോർമൽ എൻട്രി. ഓക്കെ, അറ്റ് പാറിൽ ഉണ്ടാവുന്ന സമയത്ത് ജേണൽ എൻട്രി കാണാൻ പഠിക്കരുത്, ജസ്റ്റ് ലോജിക്കലി യൂസ് ചെയ്തിട്ട് ആലോചിച്ച് പഠിക്കുക. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അടുത്തത് നേരെ മറിച്ച് പാർ. ഞാൻ പറഞ്ഞു പാർ പറയുമ്പോൾ എന്താണ്, ഫേസ് വാല്യൂ തന്നെ. ഇത് ഇഷ്യൂവിന്റെ ആണ്. ഞാൻ വീണ്ടും പറയുന്നത് റിഡംഷന്റെ എൻട്രി അല്ല, നമ്മൾ ആദ്യം ഇഷ്യൂ ആണ്. അതായത് ഷെയർ ഇഷ്യൂ ചെയ്താലല്ലേ അത് റിഡീം ചെയ്യാൻ പറ്റുമോ അല്ലെ. അത് നമ്മൾ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സിന്, നമ്മുടെ കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും, റിഡീം ചെയ്യും അല്ലെ. ഇതല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുക, നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, അതിന് പകരം നമ്മൾ ബാങ്കിലേക്ക് എന്താ വന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് നമുക്ക് എന്ത് ചെയ്തു, ഫണ്ട് വന്നു. ഓക്കെ, ഇത് ഏത് സമയത്ത്, അറ്റ് പാർ. ഇനി ഇത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കേ. പ്രീമിയത്തിലാകുമ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് നമ്മൾ ഫേസ് വാല്യൂവിന് മേലെ വാങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞു 10 രൂപ ഉള്ള ഷെയറിനെ നമ്മൾ 12 രൂപക്ക് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ 2 റുപ്പീസ് നമ്മൾ എന്താണ്, പ്രീമിയം ആണ് അല്ലെ. ആ സമയത്ത് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും, 12 രൂപ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 12 രൂപ അല്ലെ, 12 റുപ്പീസ് ആണെങ്കിൽ 12 റുപ്പീസ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഇത് പ്രീമിയത്തിലാണ്. മറ്റു പ്രീമിയത്തിലാവുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലോ എത്രയായിരിക്കും, ഷെയർ ക്യാപിറ്റൽ ഓൾവേസ് ഇൻ ഫേസ് വാല്യൂ. ഓൾവേസ് റിമെമ്പർ, ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ എത്രയാണ് മെൻഷൻ ചെയ്യേണ്ടത്, ഫേസ് വാല്യൂല്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യണം, പ്രീമിയത്തിലാണ് നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ വിൽ ബി ഓൾവേസ് ഇൻ ഫേസ് വാല്യൂ. ഓക്കെ, കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബാങ്ക് അക്കൗണ്ട് 12 ടു ഷെയർ ക്യാപിറ്റൽ 12 എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. നേരെ മറിച്ച് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 12, ഷെയർ ക്യാപിറ്റൽ 10, സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ എത്ര രൂപ, 2 റുപ്പീസ്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം 2 റുപ്പീസ്.
പ്രീമിയത്തിലുള്ളത് ഇഷ്യൂ ചെയ്യണം. ഇപ്പൊ നമ്മൾ രണ്ട് ഇഷ്യൂ പഠിച്ചു. ഓക്കെ, അറ്റ് പാറും പഠിച്ചു, അറ്റ് പ്രീമിയം പഠിച്ചു. വൺസ് അഗൈൻ ഞാൻ ഫസ്റ്റ് എന്ന് പറയാൻ പോണേ, ഓർത്ത് നോക്കുക, ബ്രെയിനിൽ നിങ്ങൾ ഓർത്ത് നോക്കുക. എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? ഷെയർ, പ്രിഫറൻസ് ഷെയർസ്, ക്യാപിറ്റലിൽ നിന്ന് തുടങ്ങി. ക്യാപിറ്റലിന്റെ അണ്ടറിൽ ആരൊക്കെയാണ് നമ്മൾ കണ്ടു? ഇക്വിറ്റി ഷെയറിനെയും പ്രിഫറൻസ് ഷെയറിനെയും കണ്ടു. അതിന് ഇക്വിറ്റി ഷെയറിനെ നമ്മൾ ഒഴിവാക്കി, അവിടെ മാറ്റി നിർത്തി. നമ്മൾ പ്രിഫറൻസ് ഷെയർസിനെ മാത്രം എടുത്തു. പ്രിഫറൻസ് ഷെയർസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യേണ്ടി എന്നുള്ളത് പഠിച്ചു അല്ലെ? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. എന്തൊക്കെ? അറ്റ് പാറും അറ്റ് പ്രീമിയം. ഇഷ്യൂ ചെയ്യുന്ന സമയത്തും രണ്ട് മെത്തേഡ് പഠിച്ചു. എന്തൊക്കെ? അറ്റ് പാറും അറ്റ് പ്രീമിയം. അതിന് പുറമെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സോഴ്സുകൾ യൂസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു അല്ലെ? എന്തൊക്കെ സോഴ്സ് യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള ഓൾറെഡി ഉള്ള ഫണ്ട്, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി വെച്ച ഫണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ എന്താ പഠിച്ചത്? പുതിയൊരു ഷെയർ ഫ്രഷ് ഇഷ്യൂയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇതിന് വേണ്ട ഫണ്ട് കണ്ടെത്തിയിട്ട് അങ്ങനെയും റിഡീം ചെയ്യാൻ പറ്റും. ഈ രണ്ട് റിഡംഷൻ മെത്തേഡ് ഇത് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? റിഡംഷനിലേക്ക് വരണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഇഷ്യൂ ചെയ്യണം. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള രണ്ട് ജേണൽ എൻട്രീസ് പഠിച്ചു. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അറ്റ് പാറിലുള്ള ജേണൽ എൻട്രി പഠിച്ചു, അറ്റ് പ്രീമിയത്തിലുള്ള ജേണൽ എൻട്രി പഠിച്ചു. നമ്മൾ ഓർത്തിട്ട് മൈൻഡിൽ ഇത് കാണാതെ പഠിക്കല്ലേ ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ലോജിക്കലി ആലോചിച്ച് പഠിച്ചു. ഓക്കെ, ജേണൽ എൻട്രി ആലോചിക്കുമ്പോൾ, ജേണൽ എൻട്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ബാലൻസ് ഷീറ്റിന് ആലോചിക്കുക. ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡുകളിലുള്ള ആൾക്കാരായിരിക്കും എപ്പോഴും ജേണൽ എൻട്രി വരിക. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അകത്തുള്ള രണ്ട് ആൾക്കാരായിരിക്കും ബാലൻസ് ഷീറ്റിൽ എപ്പോഴും വരിക അല്ലെ? ഇവിടെ എന്താ വന്നത്? ബാലൻസ് ഷീറ്റിൽ ആലോചിച്ച് നോക്കുക. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് രണ്ടാൾക്കാരിൽ ഒരു ജേണൽ എൻട്രിയിൽ എന്തായാലും രണ്ടാളുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. രണ്ടോ അതിൽ കൂടുതലുണ്ടാവും അല്ലെ? ഒരു ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ ഡെബിറ്റ് ഉള്ള ആള് ഒരു സൈഡിലും ക്രെഡിറ്റ് ഉള്ള ഒരു സൈഡിലും വരണം, ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡിലും. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ എപ്പോഴും ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആൻസർ ഇങ്ങനെ കിട്ടാതെ, ജേണൽ എൻട്രി കിട്ടാതെ വരുന്ന സമയത്ത് എങ്ങനെ ആലോചിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആരാണ്, ഏത് അസറ്റാണോ കൂടുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. ഇത് നോർമൽ ജേണൽ എൻട്രി നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന പോലെ അസറ്റിന് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക, അറിയില്ലേ? അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു, ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. കാരണം എന്താ? ബാങ്കിലേക്ക് ഫണ്ട് വരുന്നു, ഷെയർ ക്യാപിറ്റൽ നമ്മൾ പകരം എന്ത് ചെയ്യുന്നു? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ആകുമ്പോൾ എന്താ? പ്രീമിയത്തിലാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞൊരു ഒരു ലെഡ്ജർ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഒരൊറ്റ ട്രാൻസാക്ഷൻ മൂലം നമ്മുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? ഇവിടെ അസറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, അതിന്റെ തൊട്ട് താഴെ ആരുണ്ടാവും? സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവും. ഇവിടെ 12 രൂപ വന്നിട്ടുണ്ടാകും. ഞാൻ 12 എക്സാമ്പിൾ ആണ് എടുത്തത്, ഒരിക്കലും മൈൻഡിൽ 12 ഒന്നും ആലോചിക്കരുത്. 12 രൂപ ബാങ്കിൽ വന്നിട്ടുണ്ടാവും. അതിൽ 10 രൂപ ഓൾവേസ് റിമെമ്പർ ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂവിൽ നോട്ട് ചെയ്യണം. ഓക്കെ, 10 രൂപ ഷെയർ ക്യാപിറ്റലിലേക്കും ബാലൻസ് 2 രൂപ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും പോയിട്ടുണ്ടാവും. ഇങ്ങനെ എന്ത് ചെയ്യുക? ഇഷ്യൂവിന്റെ ഇപ്പൊ നമ്മൾ പഠിച്ചെന്താടാ? പ്രിഫറൻസ് ഷെയർസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളടത്ത് നിങ്ങൾ ജസ്റ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ആയി. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ആരുടെ ജേണൽ എൻട്രി ആയി? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ആയി. അപ്പൊ ഇഷ്യൂവിന്റെ നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മുടെ കമ്പനിയിൽ എന്തുണ്ട്? ഇപ്പൊ പ്രിഫറൻസ് ഷെയർസ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുണ്ട്. ഓക്കെ, അതുവരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റിഡീം ചെയ്യാൻ പോവാണ്. റിഡീം ചെയ്യാനുള്ള ടൈമായി. നമ്മൾ 10 വർഷത്തേക്ക്, ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു 10 വർഷത്തേക്കുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ് അല്ലെ? 10 വർഷം കഴിഞ്ഞു, 10ാമത്തെ വർഷം ആയപ്പോൾ നമ്മളെ ഷെയർസ് നമുക്ക് എന്ത് ചെയ്യണം? റിഡീം ചെയ്യണം. ഓക്കെ, റിഡീം ചെയ്യുന്ന സമയത്തും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് പാറിലും റിഡീം ചെയ്യാം, പ്രീമിയത്തിലും റിഡീം ചെയ്യാം. ഓക്കെ, പാറിലും റിഡീം ചെയ്യാം, പ്രീമിയത്തിലും റിഡീം ചെയ്യാം. പാറിൽ റിഡീം ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് നോക്കണേ, നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ ക്യാപിറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു ഇത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ? ജേണൽ ഇവിടെ ജസ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നേരെ മറിച്ച് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാക്കണം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാക്കി കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ കയ്യിൽ ആരുണ്ട്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പോണ്? റിഡീം ചെയ്യാൻ പോണ്. റിഡീം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പോവാണ് അല്ലെ? ഇപ്പോ ഇത് ലയബിലിറ്റി ആണ് അല്ലെ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിലല്ലേ എടുക്കുക? ക്യാപിറ്റലിന്റെ അണ്ടറിൽ ലയബിലിറ്റി സൈഡിലല്ലേ ബാലൻസ് ഷീറ്റ് എടുക്കുക? ഒരു ലയബിലിറ്റി നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റിനെ ഒഴിവാക്കാൻ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലെ? ഡെബിറ്റ് ബാലൻസ് ആക്കണം അല്ലെ? ഇപ്പൊ ഇവിടെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റി ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പൊ അത് ക്ലോസ്ഡ് ആയി അല്ലെ? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ,
വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യാൻ പാടില്ല, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ക്യാപിറ്റൽ ടു. ചില ആൾക്കാർ എന്ത് ചെയ്യും, നേരെ ടു ബാങ്ക് അക്കൗണ്ട് ഇടും. ബാങ്ക് അക്കൗണ്ട് ഇടുന്നതിന് മുമ്പ് ഏതിലേക്ക് ജനറൽ എൻട്രി പോസ്റ്റ് ചെയ്യണം, ആദ്യം ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്യണം. കാരണം എന്താ, പ്രിഫറൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഇവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആട്ടോ, പ്രിഫർ ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനേക്കാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, പകരം നമ്മൾ എന്ത് കൊണ്ടുവന്നു, പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സിമ്പിൾ അല്ലേ? അറ്റ് പാറിലാണെങ്കിൽ സിമ്പിൾ. പ്രീമിയത്തിലാണെങ്കിൽ അത് ആരെയും ആലോചിച്ച് നോക്കുക. പ്രീമിയത്തിലാവുമ്പോൾ എന്ത് ചെയ്യും, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും അല്ലെ, ഓൾറെഡി റിഡീമബിൾ. ഹലോ, ആ പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിലാവുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. പ്രീമിയത്തിലാവുമ്പോൾ ഓൾറെഡി ഉള്ള റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, അത് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതിയാൽ ശരിയാവോ? ഇല്ല. അപ്പൊ അത് പാറിലാണ്. അപ്പൊ ഒരാളും കൂടി ഇടയിൽ വരാണ്ട്. ആരാ ഇടയിൽ വരാണ്ടാവുക? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയാൻ വേണ്ടി ജസ്റ്റ് ക്വസ്റ്റ്യനിൽ പോലെ ഇട്ടാണ്. നിങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റൂലേ, ആ ജേർണൽ എൻട്രി കണക്ട് ചെയ്യാൻ പറ്റൂലേ? ആണെങ്കിൽ ഞാൻ എഴുതി തരാം. റിഡീമബിൾ, അതെന്ത് ചെയ്യാ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഞാൻ ജസ്റ്റ് എഴുതണുള്ളേ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതെന്തായിരുന്നു, ലയബിലിറ്റി ആയിരുന്നു, അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ഒരാളും കൂടി വരണം. ആര്? നമ്മൾ പ്രീമിയത്തിലാണ് ഷെയർ റിഡീം ചെയ്യുന്നത്. പ്രീമിയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, 12 റിഡീം ചെയ്യണം. അപ്പൊ നമ്മൾ ആരെ കൊണ്ടുവരണം, പ്രീമിയം അല്ലെ, പ്രീമിയം ഓൺ എന്തുമല്ല പ്രീമിയം വന്ന്, റിഡംഷൻ. എന്തിന്റെ റിഡംഷൻ? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ആരുടെ റിഡംഷൻ? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, പ്രിഫറൻസ് ഷെയർസിന്റെ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഇതിനെന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ടു എവിടേക്കാ പോണ്ടേ, ടു ആരാ പോണ്ടേ, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ പോലെ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ സിമ്പിൾ അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇഷ്യൂ ചെയ്യുന്നത് പഠിച്ചു, ഇഷ്യൂ പ്രീമിയത്തിലും ഇഷ്യൂ പാറിലും പഠിച്ചു, ഇഷ്യൂ പ്രീമിയത്തിലും ഇഷ്യൂ പാറിലും പഠിച്ചു. ഇപ്പൊ എന്ത് പഠിച്ചു, റിഡംഷൻ പഠിച്ചു. റിഡംഷൻ ഒക്കെ പഠിച്ചു, അറ്റ് പാറും പഠിച്ചു, അറ്റ് പ്രീമിയത്തിലും പഠിച്ചു. രണ്ട് സമയത്തുള്ള പ്രീമിയത്തിൽ വരുമ്പോൾ ഒരേ ഒരാൾ എക്സ്ട്രാ വരും, ആരെ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കൊണ്ടുപോയിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് ഇട്ടിട്ട് അല്ലെ. നേരത്തെ പാറിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ അവിടുന്ന് എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് വഴി സെറ്റിൽ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെയൊക്കെ ലോജിക്കലി ആലോചിച്ചാൽ മതി. എന്ത് ചെയ്യണം, പൈസ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കണം. ബാങ്കിൽ നിന്ന് പൈസ പോകണം. ബാങ്കിൽ നിന്ന് പൈസ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്ക് അസറ്റ് ആണ്, അസറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ആരായിരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടി വരും? സിമ്പിൾ. എവിടെയാണ് പൈസ, ഏത് അക്കൗണ്ടിലേക്ക് എടുക്കുന്നത്? പ്രീമിയം ആണെങ്കിലും പാറാണെങ്കിലും നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു ടു ബാങ്ക് അക്കൗണ്ട്. സെറ്റിൽമെന്റ് ക്ലോസ്ഡ്. ഇനി ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് ഷെയർസിന്റെ പ്രീമിയത്തിൽ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫണ്ട് ഇല്ലാതെ വരും. ആ സമയത്ത് നമ്മൾ ഫണ്ട് എവിടെ നിന്ന് എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുക്കണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇത് ഏത് മെത്തേഡാടാ, ഇത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാ റിഡംഷൻ? ഇഷ്യൂ ബേസ്ഡ് അല്ലെ. ഒരു ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഷെയർ ഇഷ്യൂ ചെയ്ത ഫണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്തു. ഓക്കെ, മറ്റൊരു മെത്തേഡ് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ പ്രൊസീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡീം ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ എന്ത്, ഡിവിഡൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അൺഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെച്ച പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാൻ പറ്റും. അതിലേക്ക് ക്രിയേഷൻ ഓഫ് CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ജേർണൽ എൻട്രി പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാണ്, റിഡീം ചെയ്യാന്ന് വിചാരിച്ചോ.
റിഡീം ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ് അല്ലെ. ഫസ്റ്റ് മെത്തേഡ് ഞാൻ എന്താ പറഞ്ഞിരുന്നത്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അതിലെ പൈസ എടുക്കുന്നു, പഴയ ഷെയർ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യുന്നു, റിഡീം ചെയ്യുന്നു. ഇവിടെ പുതിയ ഷെയർ എന്ത് ചെയ്യുന്നില്ല, ഇഷ്യൂ ചെയ്യുന്നില്ല. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ ഫണ്ട് നമുക്ക് എവിടുന്ന് കിട്ടണം? ഫണ്ട് നമ്മുടെ ഡിവിഡൻഡ് കൊടുക്കാൻ വെച്ച എമൗണ്ട് ഉണ്ടല്ലോ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ എമൗണ്ടിലുള്ള ഫണ്ട് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനേ, ആ എമൗണ്ടിലുള്ള ഫണ്ട് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ആ ഫണ്ട് എവിടെയൊക്കെ ഉണ്ടാവുക, അങ്ങനെ ആലോചിച്ചാൽ ക്രിയേഷൻ ഓഫ് CRR എന്നൊന്നും ആലോചിച്ചേക്കണ്ട. ആ ഫണ്ട് എവിടെയൊക്കെ ഉണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസിൽ ഉണ്ടാവും. ഏതെങ്കിലും ഒരു റിസർവ്, ഏത് റിസർവ്? ഇതാണ് നേരത്തെ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു റിസർവില്, ആ റിസർവില് പോസിബിൾ ആയ, അതായത് കൊടുക്കാൻ പറ്റുന്ന റിസർവ് ഉണ്ടല്ലോ, റിസർവിലുള്ള പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടെന്ന് വിചാരിച്ചോ, ബാലൻസ് ഷീറ്റിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടെന്ന് വിചാരിച്ചോ. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട്, അതായത് ഇപ്പോൾ ഇൻകം ടാക്സ് നിർബന്ധിക്കുന്നോ, അല്ലെങ്കിൽ GST നിർബന്ധിക്കുന്നോ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പറയുന്നതോ ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്, എക്സാമ്പിൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒരു ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്യണേ, ഒരു റിസർവിലേക്ക് മാറ്റി വെക്കുകയാണ് അല്ലെ. അങ്ങനെയല്ല നമ്മൾ ചെയ്യുക, ഒരു റിസർവ് ഫണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്റ്റാറ്റ്യൂട്ടറി എന്തിനാണോ പറയുന്ന അതേ ഫംഗ്ഷന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസർവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അത്തരം റിസർവ് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി വെക്കാൻ പറ്റില്ല. ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കുന്നതാ? നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് മാറ്റി വെക്കാണ്. ഇങ്ങനെ മാറ്റി വെക്കാനുള്ള കാരണം എന്താ? നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫ്രഷ് ഇഷ്യൂ നടത്തുന്നില്ല. ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ഇഷ്യൂ ഉള്ള ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, റിഡീം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്രഷ് ഇഷ്യൂ നടത്തുന്നില്ല. ഫ്രഷ് ഇഷ്യൂ നടത്താത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു CRR ക്രിയേറ്റ് ചെയ്യുക. CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ആ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് വേണ്ട ഫണ്ട് നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റൂടാ? ജനറൽ റിസർവ് എന്ന് എടുക്കാൻ പറ്റും, P&L ഉണ്ടെങ്കിൽ എന്ന് എടുക്കാൻ പറ്റും. ഏതെങ്കിലും റിസർവ്, ഏത് റിസർവ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് പോലത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത റിസർവ് പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന റിസർവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലുള്ള ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുക, CRRലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണെന്ന് ആലോചിച്ച് നോക്കും. ഇതുവരെ ഓക്കെ ആണ്? ഇപ്പൊ കേൾക്കുന്ന, ലൈവായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആണോ? എന്നാൽ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവരും ആൻസറും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ 2-3 ആൾക്കാർ ഓക്കെ പറയുന്നത് വെച്ചിട്ട് പോവുകയാണെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഇപ്പൊ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്തുണ്ട്? ഫ്രഷ് ഇഷ്യൂ ഉണ്ട്, അതുപോലെ ഡിവിസിബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിൽ നിന്ന് റിഡംഷൻ നടത്തുന്നുണ്ട്, രണ്ടും നടത്തുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. CME ലിമിറ്റഡ് ഹാഡ് 3012% റിഡീമബിൾ. ഞാനൊരു ചെറിയൊരു ഇത് അതിൻ്റെ ഇടയിൽ പറയാം. നിങ്ങൾ എപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തും ഈ CRRക്ക് മാറ്റുന്ന റിഡംഷൻ എമൗണ്ട് പേ ചെയ്യാൻ, അതെ അതെ ആണ്. ഓക്കെ, അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് എമൗണ്ടിലേക്ക് മാറ്റുന്നതും എത്രത്തോളം മാറ്റണം എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സി ഇപ്പോ എന്താണ്? ഓക്കെ സാർ, ഓക്കെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്തും ജസ്റ്റ് എന്ത് ചെയ്യണം, അതിന്റെ അവസാനത്തിലേക്ക് ഓടിപ്പോയി നോക്കണം കേട്ടോ. അവസാനത്തിലേക്ക് ഓടിപ്പോയി നോക്കണം എന്ന് വെച്ചാൽ അതിൽ എന്താണോ അവർ ചോദിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർ ക്വസ്റ്റ്യൻ വായിച്ചു ഇങ്ങനെ അതിലുള്ള എഴുതി വരുമ്പോൾ അവസാനം ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ അതൊന്നും ആയിരിക്കില്ല ചോദിച്ചില്ല. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ജേർണൽ എൻട്രി എഴുതിയാൽ മതി. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അവസാനം എന്താ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് വരിക. ഇപ്പൊ ജേർണൽ എൻട്രി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, മനസ്സിലായി. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താ പറയുന്നത്? CME ലിമിറ്റഡ് ഹാഡ് 3012% redeemable preference shares of 100 each. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ടേം വായിച്ചാൽ മനസ്സിലാവില്ലേ? 12% redeemable preference shares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലും നമ്മൾ ഡിബഞ്ചർ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും,
ഒരു ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടും അല്ലെ. എന്തിനാ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ നമ്മൾ പ്രിഫറൻസ് ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ? നമുക്ക് റിട്ടേൺ കിട്ടണം അല്ലെ. ആ റിട്ടേൺ എങ്ങനെ കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞു, ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ടാവും? അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയിടും ഇല്ലേ. ഈ നെറ്റ് പ്രോഫിറ്റ് നിന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു എമൗണ്ട് കൊടുക്കും, പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് ഒരു എമൗണ്ട് കൊടുക്കും. ആദ്യം ആർക്കാ കൊടുക്കുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുക അല്ലെ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് എന്ത് ചെയ്യുള്ളൂ? ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. അതൊക്കെ നിങ്ങൾ വേറെ ടോപ്പിക്കിൽ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട സംഖ്യ ഉണ്ടല്ലോ, എമൗണ്ട് ഉണ്ടല്ലോ, അത് തീരുമാനിക്കുന്ന എവിടുന്ന? ഈ 12% redeemable, അല്ലെങ്കിൽ 13% redeemable, അല്ലെങ്കിൽ 14% redeemable, വാട്ട് എവർ ദ എമൗണ്ട് ഈസ്, ആ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് ആ ഇയറിൽ കൊടുക്കേണ്ടത്. അപ്പൊ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ് അല്ലെ. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 lakh into 12%, അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ കൊടുക്കണം. അപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് 12% എന്ന് കൂട്ടി വായിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. 12% പ്രിഫറൻസ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എത്രയുണ്ടാ? 100 ഈച്ച്. ഓക്കെ, ഈ 100 ഈച്ച് എന്താ? ഫേസ് വാല്യൂ ആണ്. ഓക്കെ, 100 ഈച്ച്. ഫുള്ളി പെയ്ഡ് അപ്പ്, ആദ്യം ഞാൻ പറഞ്ഞു, ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റിഡീം ചെയ്യുള്ളൂ. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ ഹാഫ്ലി പെയ്ഡ് അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിനെ റിഡീം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ പാർട്ട്ലി പെയ്ഡ് ഷെയറിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി മാറ്റണം. ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട്ലി പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 10 രൂപയുടെ സാധനത്തിന് 5 രൂപയെ തന്നിട്ടുള്ളൂ, ബാക്കി 5 രൂപ തരണം. അപ്പൊ നമ്മൾ ഫുള്ളി പെയ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 രൂപയും കൂടി അയാളെ കയ്യിൽ നിന്ന് കുത്തിപ്പിടിച്ച് വാങ്ങണം അല്ലെ. അപ്പൊ 5 രൂപയും കൂടി വാങ്ങുക പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ഫണ്ട് വരും, ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂട്ടണം. അങ്ങനെ എന്ത് ചെയ്യണം? അതിനെ ഫുള്ളി പെയ്ഡ് ആക്കിയതിന്റെ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിഡംഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓൾവേസ് നോട്ട്. എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ പാർട്ട്ലി പെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ ആലോചിച്ചോളാം, ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്തായിരിക്കണം? ആ പാർട്ട്ലി പെയ്ഡ് ഷെയറിന് എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡ് ആക്കണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയെന്നുള്ളൂ, ഇത് പാർട്ട്ലി പെയ്ഡ് അല്ല, ഇത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇതിലില്ല അല്ലെ. CMA ലിമിറ്റഡ് എന്ത് ചെയ്തു? 3000 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? റിഡംഷന്റെ സമയത്താണ്. ദ കമ്പനി ഹാസ് ടു റിഡീം, കമ്പനി എന്ത് ചെയ്യാണ്? ഈ ഷെയർ റിഡീം ചെയ്യാൻ പോവാണ്. ദീസ് ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് 10%, നോട്ട് അറ്റ് എ പ്രീമിയം, അറ്റ് പാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചു എന്ത്? 10 രൂപന്റെ ഷെയർ എന്ത് ചെയ്യണേ? സോറി, ഇവിടെ 100 രൂപയാണ്. 100 രൂപയുടെ ഷെയർ എന്ത് ചെയ്യണേ? 100 രൂപയ്ക്ക് തന്നെ റിഡീം ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? സ്പെഷ്യൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഇവിടെ എന്ത് ചെയ്യണം? അറ്റ് പ്രീമിയം. അപ്പൊ എന്ത് ചെയ്യണേ? 100 രൂപന്റെ ഷെയർ എന്ത് ചെയ്യണേ? 10% പ്രീമിയത്തിൽ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? 10 രൂപ, 100ന്റെ 10 എത്ര? 10% എത്ര? 10 രൂപ അല്ലെ. 10 രൂപയും കൂടി എക്സ്ട്രാ പ്രീമിയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ റിഡീം ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പിന്നെ പറയാ, പിന്നെയുള്ള ടേംസ് എന്തായിരിക്കും? റിഡംഷൻ ആണ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ റിഡീം ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഈ കമ്പനി ഇതിനെ ഫണ്ടിനെ ഈ ഷെയറിനെ റിഡീം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചെറിയ പോർഷൻ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും. അതിന് നമ്മൾ വിളിക്കുന്ന മെത്തേഡ് ഓഫ് റിഡംഷൻ. ഇവിടെ മെത്തേഡ്, എന്ത് മെത്തേഡിലൂടെയാണ് അവർ റിഡീം ചെയ്യുന്നത് നോക്കാം. ഇറ്റ് വാസ് ഡിസൈഡഡ് ബൈ കമ്പനി ഇഷ്യൂ ദ ഫോളോയിങ്. കമ്പനി എങ്ങനെയാണ് റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് പാർ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർ, ഓ സാർ 10 ഇക്വിറ്റി ഷെയർ ആണ് അവർ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സാറ് പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലെ. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിയാണ്. പക്ഷെ ഇവിടെ ഇക്വിറ്റി ഷെയർ അല്ലേ സാർ റിഡീം, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർ അല്ലേ ഇഷ്യൂ ചെയ്യുന്നത്? ഇത് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയറും ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയറും ഇഷ്യൂ ചെയ്യാം. ആരെ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല? ഡിബഞ്ചറിനെ മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഡിബഞ്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചാടി പോയിട്ട് ഡിബഞ്ചറിന്റെ എമൗണ്ട് കൊണ്ടിട്ട് ചെയ്യാൻ പാടില്ല, റിഡംഷൻ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയറിനെ. ഓക്കെ, അപ്പൊ 25,000 ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അറ്റ് 10 ഈച്ച് അറ്റ് പാർ. ഇവിടെ പ്രീമിയം ഉണ്ടോ? ഇല്ല, അറ്റ് പാർ. ഓക്കെ, പാറിലാണ്. പിന്നെ അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 14% ഡിബഞ്ചേഴ്സ്. 14% ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ എന്താ? ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 14% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്. ഓക്കെ, ദ ഇഷ്യൂ വാസ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആൻഡ് ആൾ അമൗണ്ട്സ് വർ റിസീവ്ഡ് ഇൻ ഫുൾ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആണ്, എല്ലാ എമൗണ്ടും റിസീവ് ചെയ്തു. അത് പറയുന്ന കാരണം എന്താ? ഫുള്ളി പെയ്ഡ് അപ്പ് ആണെന്ന് നമുക്ക് ഒന്നുകൂടി പറഞ്ഞതാണ്. ഓക്കെ, ദ പേയ്മെന്റ് വാസ് ഡ്യൂലി മെയ്ഡ്. ദ കമ്പനി ഹാഡ് സഫിഷ്യന്റ് പ്രോഫിറ്റ്. ഷോ ദ ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ്
കമ്പനി ഹാഡ് സഫീഷ്യന്റ് പ്രോഫിറ്റ്. കമ്പനി സഫീഷ്യന്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് ഷെയർസിനെ രണ്ട് രീതിയിൽ റിഡീം ചെയ്യാൻ പറ്റും. ഒന്നെങ്ങനെയാടാ, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർ, ന്യൂ ഇഷ്യൂ ഷെയർ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡീം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് എന്താടാ, നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയ നമ്മുടെ കമ്പനിയിലുള്ള പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ P&L മാത്രം ആലോചിക്കരുത്, റിസർവുകളും, ചില റിസർവുകളും, എല്ലാ റിസർവും എടുക്കോ ഇല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത റിസർവുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രീ റിസർവ് തന്നെ കൊടുക്കാൻ പറ്റുന്ന റിസർവുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ റിഡംഷൻ നടത്താൻ പറ്റും. രണ്ട് പോസിബിൾ മെത്തേഡാണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ നമ്മളോട് ചോദിച്ചിട്ട്, ആദ്യം കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ നടത്തുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ നടത്തുന്നുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നുണ്ട്, പിന്നെ കമ്പനി പറയുന്നുണ്ട് കമ്പനിക്ക് ആവശ്യത്തിന് പ്രോഫിറ്റും ഉണ്ട്. അപ്പൊ സാർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്ത ഷെയർ യൂസ് ചെയ്തിട്ട് എത്രത്തോളം റിഡീം ചെയ്തു എന്നുള്ളത് നോക്കുക. അതിനുശേഷം ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കമ്പനിന്റെ പ്രോഫിറ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇവിടെ ആരും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡിബഞ്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, റിഡംഷൻ നടത്താൻ പാടില്ല. ഓക്കെ, അതാണ് ഒരു നോട്ട്. ഓക്കെ, അപ്പൊ എത്ര എമൗണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് യൂസ് ചെയ്യേണ്ടി വരും, കമ്പനിയുടെ പ്രോഫിറ്റ് നിന്ന് യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതിന് നമ്മളൊരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കി വെക്കാം. ആ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കേണ്ടത് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു CRR അമൗണ്ടിലേക്ക് മാറ്റി വെക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ P&L നമ്മൾ നേരത്തെ പഠിച്ചു. അതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു എമൗണ്ട് CRRലേക്ക് മാറ്റി വെക്കണം. ഈ CRRലേക്ക് മാറ്റി വെക്കേണ്ട എമൗണ്ട് ഏതാ, CRRലേക്ക് മാറ്റി വെക്കേണ്ട എമൗണ്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തതിന്റെ പുറമെ, അതായത് കമ്പനീന്റെ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, CRRലേക്ക് മാറ്റി വെക്കേണ്ടത്. അപ്പൊ അത് എത്ര എമൗണ്ട് വേണ്ടി വരും എന്നുള്ളത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ചെയ്യാം, കമ്പനി എത്ര രൂപയുടെ ഷെയർ ആണ്, പ്രിഫറൻസ് ഷെയർസ് ആണ് നമുക്ക് റിഡീം ചെയ്യാനുള്ളത്, 3000 അല്ലെ, 3000. ഓക്കെ, 3000 എത്ര രൂപയാണ് ഫേസ് വാല്യൂ, ഇൻറ്റു 100. ഓക്കെ, 3000 ഇൻറ്റു 100 എത്ര, 3 lakh അല്ലെ. 3 lakh ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ് എത്രയാണ്, 3 lakh rupees. ഓക്കെ, 3 lakh rupeesന്റെ ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിഡീം ചെയ്യേണ്ടത്. അതിലേക്ക് നമുക്ക് രണ്ട് രീതിയിൽ അവർ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ട്. ആരൊക്കെയാണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്, ഒന്ന് ഡിബഞ്ചറിന്റെ ഫ്രഷ് ഇഷ്യൂ ഉണ്ട്, മറ്റൊന്ന് ഇക്വിറ്റി ഷെയറിന്റെ ഫ്രഷ് ഇഷ്യൂ ഉണ്ട് അല്ലെ. ഡിബഞ്ചറിന്റെ ഫ്രഷ് ഇഷ്യൂ നമ്മൾ എടുക്കൂല, പകരം നമ്മൾ ആരുടെ എടുക്കുള്ളൂ, ഇക്വിറ്റി ഷെയറിന്റെ ഫ്രഷ് ഇഷ്യൂ എടുക്കുള്ളൂ. ഓക്കെ, ഇക്വിറ്റി ഷെയറിന്റെ ഫ്രഷ് ഇഷ്യൂ എത്ര, 25,000 ഇക്വിറ്റി ഷെയർ ഒരു ഇഷ്യൂ ചെയ്യുന്നുണ്ട്, എത്രന്റെ, 10 ഈച്ച്. 25,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായി, 2,50,000 അല്ലെ. അപ്പൊ 2.5 ലക്ഷം രൂപ നമുക്ക് 3 ലക്ഷം രൂപയാണ് റിഡീം ചെയ്യാൻ വേണ്ടത്. ഞാൻ സിമ്പിൾ ടേമിലാണ് പറയുന്നത്. ഓക്കെ, 3 ലക്ഷം രൂപയാണ് വേണ്ടത്. അതിൽ 2.5 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഷ് കണക്ഷൻ ലോസ്റ്റ് ആയതാണ്, സോറി. ഒടിബിൾ അല്ലേടാ, ഓക്കെ അല്ലേ, ഓക്കെ ഓക്കെ, ഒടിബിൾ ആണെന്ന് വിചാരിക്കുന്നു. കണക്ഷൻ ജസ്റ്റ് വൈഫൈ ലോസ്റ്റ് ആയതാണ്. ഓക്കെ, 3 lakh rupees എന്ത് ചെയ്യുന്നു, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. 3 lakh rupees ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം, 2,50,000 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ഇഷ്യൂ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ എത്ര രൂപയും കൂടി നമുക്ക് വേണ്ടി വരും, 50,000 rupees കൂടി വേണ്ടി വരും അല്ലെ. ഈ 50,000 നമ്മൾ എവിടെ നിന്ന് എടുക്കണം, കമ്പനിയുടെ ബാലൻസ് ഉള്ള സഫീഷ്യന്റ് പ്രോഫിറ്റിന് യൂസ് ചെയ്തെടുക്കണം. അപ്പോ എത്ര രൂപ നമ്മൾ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഈ 50,000 മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി. മനസ്സിലായോ, CRRലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് മനസ്സിലായോ. ഈ 50,000 മാത്രം എന്ത് ചെയ്താൽ മതി, ട്രാൻസ്ഫർ ചെയ്താൽ മതി. കാരണം എന്താ, ഈ 50,000 നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ 50,000. ഹലോ,
ഓഡിബിൾ അല്ലടാ, നമ്മൾ സ്ക്രീൻ നോട്ട് വിസിബിളോ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. സോറി ഗൈസ്. വൈഫൈ പെട്ടെന്ന് ഓഫ് ആയിടാം. ഇപ്പൊ ഓക്കെ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാൻ പെട്ടെന്ന് വരാം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. CRRലേക്ക് എന്താണ് മാറ്റി വെക്കണേ, എങ്ങനെയാണ് മാറ്റി വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്താന്ന് പറഞ്ഞു. റിഡീം ചെയ്യേണ്ട വാല്യൂ എത്രയെന്നുള്ളത് പറഞ്ഞു. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ജേണൽ എൻട്രി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരടാ? ആദ്യം ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് മനസ്സിലാലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? റെഡീം ചെയ്യാൻ വേണ്ടി രണ്ട് തന്ത്രങ്ങളാണ് കമ്പനി യൂസ് ചെയ്യുന്നത്. കമ്പനിക്ക് റെഡീം ചെയ്യാൻ പൈസ വേണം. പൈസക്ക് രണ്ട് തന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നു. ഒരു തന്ത്രം നമ്മൾ എടുക്കൂല എന്ന് പറഞ്ഞു. എന്ത്? ഡിബഞ്ചർ ആണ്. ഡിബഞ്ചർ ഞങ്ങൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. നമ്മളിവിടെ പറഞ്ഞു ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിബഞ്ചർ നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ പരിഗണിക്കൂല. സെക്ഷൻ 55 സെക്ഷൻ ഒക്കെ ഉണ്ട്, അത് അടക്കട്ടെ, നമ്മൾ അതൊന്നും പറയുന്നില്ല. റെഡീം ചെയ്യാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഡിബഞ്ചർ യൂസ് ചെയ്യില്ല. പിന്നെ ഒരു തന്ത്രം നിങ്ങൾ യൂസ് ചെയ്തു, എന്ത്? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ഇക്വിറ്റി ഷെയർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഒരു തന്ത്രം കൂടി യൂസ് ചെയ്ത് എന്തോ ബാലൻസ് ഉള്ള എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്തു. അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ എന്തോ ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് അതിന്റെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം അല്ലെ? ആ ഫണ്ട് യൂസ് ചെയ്തിട്ടാണല്ലോ ഈ 2,50,000 റുപ്പീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? നോർമൽ ജേണൽ എൻട്രി ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? അസറ്റിലേക്ക് ഫണ്ട് വരും അല്ലെ? ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് വരും. ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര വരും? ഇവിടെ 2,50,000 റുപ്പീസ് വരും. ആരാ പകരം ഉണ്ടാവുന്ന? ആരാ? ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് എൻട്രി. അതിൽ എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2,50,000. ഏത് ക്വസ്റ്റ്യനിലും എപ്പോൾ ജേണൽ എൻട്രി ചെയ്താലും നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അവസാനം അതിനെക്കുറിച്ച് 2 വരി കഴിയാതെ എഴുതണം. ഓക്കെ, അതെങ്ങനെ എഴുതണം? ഇഷ്യൂ ഓഫ് 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് ആസ് പെർ ബോർഡ് റെസൊല്യൂഷൻ ആസ് നീഡഡ്. ഈ ബോർഡ് റെസൊല്യൂഷൻ ആസ് നീഡഡ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം? ഇഷ്യൂ ഓഫ് 25,000 ഇക്വിറ്റി ഷെയർസ് 10 ഈച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യും. ഇനി നമ്മളവിടെ എന്താണ് ചെയ്യുന്നത്? ഇനി അതിന്റെ ജേണൽ എൻട്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ ജേണൽ എൻട്രി. ഡിബഞ്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡിബഞ്ചർ യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചറിന് പോസ്റ്റ് ചെയ്യാം, ഇഷ്യൂ ചെയ്യുന്നതിന്റെ പോസ്റ്റ് ചെയ്യാം അല്ലെ? പക്ഷെ ഈ ഫണ്ട് യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഫണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഈ 1 lakh റുപ്പീസ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ 1 lakh റുപ്പീസ് റിഡംഷൻ യൂസ് ചെയ്യാൻ പാടില്ല. ഇതതിന്റെ ഇഷ്യൂവിന്റെ എൻട്രി മാത്രമാണ്. ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തായിരിക്കും? നോർമൽ ഇക്വിറ്റി ഷെയറിന് പകരം ഇവിടെ ആര് വന്നു? ഡിബഞ്ചർ വന്നു. അപ്പൊ എന്ത് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു 14% ഡിബഞ്ചർ 1 lakh റുപ്പീസ്. അത്ര മാത്രം എഴുതി വെച്ചാൽ മതി. അതെന്ത് ചെയ്യാൻ പാടില്ല? റിഡംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്തത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് 50,000 റുപ്പീസ് മാറ്റി വെക്കുന്നുണ്ട്. അതെങ്ങനെ കിട്ടി? ഞാൻ ഫസ്റ്റ് വർക്കിംഗ് നോട്ടിൽ കാണിച്ചു. ഫസ്റ്റ് വർക്കിംഗ് നോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഫേസ് വാല്യൂ എത്രയാണോ റിഡീം ചെയ്യാനുള്ളത് 3 lakh, അതിൽ നിന്ന് ന്യൂ ഇഷ്യൂ എത്രയാണോ ബാലൻസ് എമൗണ്ട് 50,000 നമ്മൾ എന്ത് ചെയ്യണം? CRR എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മാറ്റി വെക്കണം. CRR എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എപ്പോഴൊക്കെ മനസ്സിലാലോചിക്കണം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഒരു ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ ആലോചിക്കുക. ഈ CRR പേരെന്താ? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആണ് അല്ലെ? റിസർവ് അക്കൗണ്ട് ആണ്. റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ജനറൽ റിസർവ് പോലെ, സെക്യൂരിറ്റീസ് പ്രീമിയം പോലെ, അല്ലെങ്കിൽ ഫ്രീ റിസർവ് പോലെ റിസർവ് ഒക്കെ എന്താണ്? ഒരു ലയബിലിറ്റി ആണ് അല്ലെ? ഒരു റിസർവ് ആണ് അല്ലെ? ക്യാപിറ്റലിന് അണ്ടറിൽ വരാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ക്രെഡിറ്റ് ചെയ്താലേ അത് എന്ത് ചെയ്യുള്ളൂ? ക്രിയേറ്റ് ആവുള്ളൂ അല്ലെ? അപ്പൊ റിസർവിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ഇനി റിസർവിനെ ഒഴിവാക്കണമെങ്കിലോ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റിസർവിന് ഉണ്ടാക്കി 50,000 റുപ്പീസിന്റെ റിസർവ് ഉണ്ടാക്കി. എവിടെ നിന്ന് എടുത്തിട്ട് ആ ഫണ്ട് കൊണ്ടുപോയത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. നേരെ മറിച്ച് ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുമായിരുന്നു എന്ന് വിചാരിച്ചോ, കമ്പനി ഹാഡ് സഫീഷ്യന്റ് പ്രോഫിറ്റ് ഇൻ ജനറൽ റിസർവ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നേരെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറൽ റിസർവ് എന്ന് വേണമെങ്കിൽ എടുക്കാം.
പക്ഷെ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, P&L നിന്ന് നേരെ 50,000 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചു. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം നടന്നില്ലേ? നമുക്ക് എന്തായിരുന്നു ഉദ്ദേശം? 3 ലക്ഷം രൂപ റിഡംഷന് വേണ്ടി വേണം. അതിന് 2.5 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു? ഫ്രഷ് ഇഷ്യൂ ആയി കണ്ടെത്തി. 50,000 രൂപ നമ്മൾ എവിടുന്ന് കണ്ടെത്തി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി വെച്ചത് വെച്ച് കണ്ടു. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇപ്പൊ ഇഷ്യൂന്റെ എൻട്രി ഒക്കെ കഴിഞ്ഞു. ഇനി ആരുടെ എൻട്രിയിലേക്ക് വരണം? റിഡംഷന്റെ എൻട്രി വരണം. റിഡംഷൻ എൻട്രി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ ഒഴിവാക്കേണ്ടത്? ആദ്യം റിഡംഷൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ? നമ്മൾ ഒഴിവാക്കണം അല്ലെ? ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? 12% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 33 lakh എന്ന് എഴുതിയതിന്റെ ശേഷം നമ്മൾ ഒരു കാര്യം ക്വസ്റ്റ്യനിൽ നോക്കണം. എന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? റിഡംഷൻ എത്രയിലാണ് നടക്കുന്നത്? പ്രീമിയം ഓഫ് 10%, അതായത് 10% പ്രീമിയത്തിലാണ്. അപ്പൊ 3 lakh into 10% വരുമ്പോൾ 50,000 പ്രീമിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? റിഡംഷൻ നടക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? പ്രീമിയം ഓൺ, ഞാൻ നേരത്തെ ജേർണൽ എൻട്രി എഴുതിയപ്പോൾ പഠിപ്പിച്ചു, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ടു 30,000. എവിടേക്കാണ്? ആർക്കാണ്? നേരെ പോയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ആദ്യം എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഏത് ഷെയർ ഹോൾഡർ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ടു പ്രിഫറൻസ് ഷെയർസ് ഹോൾഡർ അക്കൗണ്ട് 3,30,000. ഓക്കെ, മനസ്സിലായില്ലേ? 12% redeemable preference share capital account debit, premium on redemption of preference shares account debit to preference shares holders account 3,30,000. അതുവരെ ഓക്കെ അല്ലേ? ഇപ്പോ അതിനും ഈ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? being the amount of payable on redemption transferred to preference shares holders. ഈ നരേഷൻ എല്ലാ ജേർണൽ എൻട്രിന്റെയും അവസാനം എഴുതണം. മറക്കരുത്, മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ 30,000 രൂപ ആരുടെ കയ്യിലുണ്ട്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഉണ്ട്. എന്ത് ചെയ്യണം? കൊടുക്കണം. റിഡീം ചെയ്യാൻ പോണ്, പൈസ തിരിച്ചു കൊടുക്കാൻ പോണ്. അപ്പം എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു. പൈസ ഇടുന്ന പോകുന്നത് ബാങ്കിൽ നിന്ന് പൈസ പോകുന്നു. ബാങ്കിൽ നിന്ന് പൈസ പോകുമ്പോൾ എന്ത് ചെയ്യണം? ബാങ്ക് അസറ്റ് ആണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ടു ബാങ്ക് അക്കൗണ്ട് 3,30,000. സിമ്പിൾ. ഇത്രേ ഉള്ളൂ റിഡംഷനും പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ടിന്റെ ഇഷ്യൂ. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒറ്റയടിക്ക് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പ്രിഫറൻസ് ഷെയർസിന്റെ ഇഷ്യൂ പഠിച്ചു, ഷെയർസിന്റെ റിഡംഷൻ പഠിച്ചു. ഇഷ്യൂവിനുള്ള സമയത്തുള്ള ജേർണൽ എൻട്രി ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. അതിന് അതേപോലെ തന്നെ എന്ത് ചെയ്യണം? റിഡീം ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പോയിന്റ്സ് ചെയ്യാൻ പറഞ്ഞു. എന്തൊക്കെ? റിഡീം ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? റിഡീം ചെയ്യാൻ പാടില്ല. പ്രീമിയം പാറും നിങ്ങൾ നോക്കണം. ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിന്റുകൾ നോക്കുക. റിഡീം ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രീസ് യൂസ് ചെയ്യുക. റിഡീം ചെയ്യാനുള്ള 2 മെത്തേഡുകൾ പറഞ്ഞു. 2 മെത്തേഡ് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തു. എന്തെങ്കിലും ഫ്രഷ് ഇഷ്യൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡിവിസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡീം ചെയ്യാൻ പറ്റും. ഡിവിസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരാളെ കൂടി പരിഗണിക്കണം. ആ ക്വസ്റ്റ്യനിൽ അവസാനമായിട്ട് ഒരാളും കൂടി വരും. എന്ത്? ജേർണൽ എൻട്രിയിൽ ആര് വരും? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് വരും. ഓക്കെ അല്ലേ? റെഡി അല്ലേടാ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെറിയ ടോപ്പിക് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. We will move to next portion. നെക്സ്റ്റ് പോർഷൻ നമ്മൾ പറയാൻ പോകുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഡിബഞ്ചേഴ്സ്. സി, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാപിറ്റലിന്റെ ഭാഗമാണ് അല്ലെ? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആരാ? ക്യാപിറ്റലിന്റെ ഭാഗമാണ് അല്ലെ? ഡിബഞ്ചർ എന്ന് പറയുന്ന സമയത്തോ ഡിബഞ്ചർ ക്യാപിറ്റലിന്റെ ഭാഗമാണോ? ഡിബഞ്ചർ ക്യാപിറ്റലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ ഇസ് ലൈക്ക് എ ലോൺ അല്ലെ? ഒരു ലോൺ പോലെയാണ് അല്ലെ? ഷെയർ ക്യാപിറ്റൽ എന്തല്ല? ലോൺ അല്ല. ഷെയർ ക്യാപിറ്റലിൽ എന്തൊരു വോട്ടിംഗ് റൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അല്ലെ? ഒരാൾക്ക് ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ ടേംസിൽ ജനറൽ മീറ്റിംഗിൽ പോയിരുന്നിട്ട് വോട്ട് ചെയ്തൂടെ? വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിബഞ്ചർ ഹോൾഡർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോട്ടിംഗ് റൈറ്റ് ഉണ്ടടാ ഡിബഞ്ചർ ഹോൾഡർക്ക്? ഇല്ല, ഡിബഞ്ചർ ഹോൾഡർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രം. മനസ്സിലായോ? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പത്രം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിബഞ്ചർ വാങ്ങുക. കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങുന്നതിന് കമ്പനി നമുക്ക് എന്ത് ചെയ്യും? ഇറ്റ്സ് സോഴ്സ് ഓഫ് അല്ല ഫിനാൻസിങ് ആണ് അല്ലെ? കമ്പനി ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഷെയർ കൊടുക്കാം, അതേപോലെ ഡിബഞ്ചർ കൊടുക്കാം. ഡിബഞ്ചർ കൊടുത്തിട്ട് ഷെയർ നമ്മൾ എന്ത് ചെയ്തു? കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ വാങ്ങിയ കമ്പനി നമുക്ക് തിരിച്ചെന്താ ചെയ്യുക?
വർഷം മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് തരും അല്ലെ. നേരത്തെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു തിന്നിരുന്നത് അല്ല, നമുക്ക് പ്രിഫറൻസ് ഷെയർസിന്റെ റിട്ടേൺ ആണ് കിട്ടിയിരുന്നത് അല്ലെ, 12% പ്രിഫറൻസ് ഷെയർസ്. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആണെങ്കിലോ നമുക്ക് ഡിവിഡൻഡ് കിട്ടും അല്ലെ. ഇവിടെ നമുക്ക് എന്താ കിട്ടുക, ഡിബഞ്ചർ ആവുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, 2 കാര്യങ്ങൾ പഠിച്ചില്ലേ. ഒന്ന്, ഡിബഞ്ചറിന് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല, വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഡിബഞ്ചർ വരുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് വരേണ്ടത്. സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഡിബഞ്ചർ വെരി 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 ഇമ്പോർട്ടന്റ്, ഡിബഞ്ചർ എന്തുണ്ട്, റിഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്, ഇറഡീമബിൾ ഡിബഞ്ചർ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സാർ നേരത്തെ പറഞ്ഞില്ലേ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ ഇറഡീമബിൾ ആണ്. അതായത് പ്രിഫറൻസ് ഷെയർസ് അല്ലെ, സോറി, പ്രിഫറൻസ് ഷെയർസ് ഇറഡീമബിൾ ആണെന്ന് പറഞ്ഞല്ല, പ്രിഫറൻസ് ഷെയർസ് ഇറഡീമബിൾ പാടില്, പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കണം, റിഡീമബിൾ ആയിരിക്കണം അല്ലെ. നോ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നാണ്. അതായത് ഒരു പ്രിഫറൻസ് ഷെയർസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 വർഷം 5 വർഷം എന്താണോ ഇയർ പറയുന്നത്, എന്ത് ടേം എത്ര വർഷമാണോ പറയുന്നത്, ആ നിശ്ചിത സമയത്തിന് ശേഷം ആ പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യണം, റിഡംഷൻ നടത്തിയിരിക്കണം. മനസ്സിലായോ? പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ റിഡംഷൻ നടത്തണം. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. പക്ഷേ ഡിബഞ്ചർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിബഞ്ചർ നിങ്ങൾക്ക് രണ്ടും പോസിബിൾ ആണ്. ഡിബഞ്ചറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിഡീമബിളും ഇറക്കാം, ഇറഡീമബിളും പോസിബിൾ ആണ്. ഇറഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വർഷം കമ്പനി എത്ര വർഷം ഉണ്ടോ, കമ്പനി ഒരു 100 കൊല്ലം ഉണ്ട്, അല്ലെങ്കിൽ കമ്പനി 1000 കൊല്ലം ഉണ്ട്, അല്ലെങ്കിൽ കമ്പനി നിൽക്കാതെ വർക്ക് ചെയ്തു കമ്പനി എന്ന് മരിക്കുന്നു അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്. അങ്ങനെയുള്ളതും ഇഷ്യൂ ചെയ്യാം, എന്ത് ചെയ്യാം, റെഡീമബിളും ഇഷ്യൂ ചെയ്യാം. ഓക്കെ, പക്ഷെ പ്രിഫറൻസ് ഷെയർസിന്റെ കേസിൽ എപ്പോഴും ആലോചിക്കുക, പ്രിഫറൻസ് ഷെയർസ് ഓൾവേസ് റിഡീമബിളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, രണ്ടാമത്തത്, ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ടബിൾ ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബാലൻസ് ഷീറ്റിലേക്ക് പോയി നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആരുണ്ട്, ഇവിടെ ഡിബഞ്ചർ ഉണ്ട്. ഓക്കെ, ഡിബഞ്ചർ ഉണ്ട്, മേലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ക്യാപിറ്റൽ ആരൊക്കെ ഉണ്ട്, പ്രിഫറൻസും ഉണ്ട് ഇക്വിറ്റി ഉണ്ട് അല്ലെ, പ്രിഫറൻസും ഉണ്ട് ഇക്വിറ്റി ഉണ്ട്. ഇതൊന്നും വൃത്തിയില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ ഡിബഞ്ചറിനെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഡിബഞ്ചർ നമ്മൾ എന്താ വിളിക്കുക, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് അല്ലെ, റിഡീം ചെയ്യാൻ പോകും. ആ റിഡീം ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വിറ്റി ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ചിലപ്പോൾ ഡിബഞ്ചർ ഹോൾഡറെ കയ്യിൽ ബാലൻസ് എമൗണ്ട് 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ, 10 ലക്ഷം രൂപ ഡിബഞ്ചർ ഹോൾഡറെ കയ്യിലുണ്ട്. ഈ 10 ലക്ഷം രൂപ എന്ത് ചെയ്യുക, തിരിച്ചുകൊണ്ട് കൊടുക്കാതെ, നേരെ ബാങ്ക് അക്കൗണ്ട് വഴി തിരിച്ചു കൊടുക്കാതെ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന സാധനം ഇഷ്യൂ ചെയ്തിട്ട് ഈ 10 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഡിബഞ്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷെയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഡിബഞ്ചേഴ്സിനെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചറിന് എന്താണോ ബാലൻസ് ഉള്ളത് അത് നേരെ എന്ത് ചെയ്യുക, ഷെയർ ആക്കി മാറ്റുക. ഷെയർ ആക്കി മാറ്റി കഴിഞ്ഞാൽ അത്ര വാല്യൂ ഉള്ള ഷെയർ നമുക്ക് എന്ത് ചെയ്യും, കമ്പനി ഇഷ്യൂ ചെയ്ത് തരും. ഡിബഞ്ചറിന് പകരം എന്ത് ചെയ്യും, അപ്പൊ ഡിബഞ്ചർ പോവും, പകരം ആര് വരും, ഷെയർ വരും. അത്രേ ഉള്ളൂ. കൺവേർട്ടബിൾ മാത്രമേ പറ്റുള്ളൂ, അല്ല കൺവേർട്ടബിൾ ചെയ്യാൻ പറ്റാത്തത് ഡിബഞ്ചർ ആയി തന്നെ നിലനിൽക്കുന്നതും ഇഷ്യൂ ചെയ്യാൻ പറ്റും. രണ്ടും പോസിബിൾ ആണ്. ഇനി കൺവേർഷൻ മുഴുവൻ ആണോ അതോ പകുതി വേണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിബഞ്ചർ 10 രൂപന്റെ ഡിബഞ്ചർ ഉണ്ടായിരുന്നു, 5 രൂപ നമ്മൾ എന്ത് ചെയ്തു, റിഡീം ചെയ്തു, 5 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഷെയറിലേക്ക് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ പോസിബിൾ ആണോ? ഇങ്ങനെ പോസിബിൾ ആണ്. നമുക്ക് ഹോൾലി എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പകുതി കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തീരെ കൺവേർട്ട് ചെയ്യാത്ത കംപ്ലീറ്റ്ലി റിഡീം ചെയ്യുന്നത് ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഡിബഞ്ചേഴ്സിന്റെ പ്രത്യേകതകൾ പഠിച്ചില്ലേ, ഡിബഞ്ചർ എന്താണെന്ന് പഠിച്ചില്ലേ, ഡിബഞ്ചേഴ്സിന്റെ പ്രത്യേകത പഠിച്ചില്ലേ. ഡിബഞ്ചറിന്റെ റിഡംഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തതിന്റെ തൊട്ട് താഴ്ന്ന കണ്ടില്ലേ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ജേണൽ എൻട്രി സിമ്പിൾ ആണ്. ബാങ്കിലേക്ക് പൈസ വരുന്നു, അപ്പൊ ബാങ്ക് അക്കൗണ്ടിന് അസറ്റിന് എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്യേണ്ടി വരും. പകരം തിരിച്ചാരുണ്ടാകുന്നത്, ഡിബഞ്ചർ ഉണ്ടാകുന്നത്. അപ്പൊ ഡിബഞ്ചറിന് എന്ത് ചെയ്യേണ്ടി വരും, ലയബിലിറ്റിന് എന്ത് ചെയ്യേണ്ടി വരും, ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. ഷെയർ ഇഷ്യൂവിന്റെ അതേപോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാൻ മതി, അവിടെ ഷെയറിന്റെ പേര് മാറ്റിയിട്ട് ആരെ കൊടുത്താൽ മതി, ഡിബഞ്ചറിന് കൊടുത്തു കഴിഞ്ഞാൽ ഷെയറിന്റെയും ഡിബഞ്ചറിന്റെ ഇഷ്യൂ ഒരേപോലെ. ഇനി റിഡംഷനിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഒരാൾ ഉണ്ടാക്കിയില്ലേ, CRR ഉണ്ടാക്കിയില്ലേ, ഇവിടെ ആരുണ്ടാക്കണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഉണ്ടാകും. നേരത്തെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ടാക്കി, ഇവിടെ ആരുണ്ടാക്കുന്നത്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഉണ്ടാക്കാം. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി റിഡംഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് റിഡംഷൻ ചെയ്യാൻ പറ്റും.
റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് കൺഫ്യൂസർ ആവരുതേ. റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ വാങ്ങി നമ്മൾ കമ്പനി ഡിബഞ്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് നമ്മൾ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ പർച്ചേസ് ചെയ്ത ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് വാങ്ങുകയാണ്. കമ്പനി എന്ത് ചെയ്യണം, തിരിച്ചു വാങ്ങാൻ പൈസ കൊടുത്തു. ഓക്കെ, ആ സമയത്ത് നമുക്ക് വോയിസ് ഒന്ന് ഓഫ് ചെയ്യടാ. ഓക്കെ ഓക്കെ, റിഡംഷൻ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ മറ്റെടുത്ത് റിഡം ചെയ്യാൻ 2 മെത്തേഡ് പഠിച്ചിരുന്നു. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ 2 മെത്തേഡ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ റിഡീം ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചർ റിഡീം ചെയ്യാൻ നമുക്ക് കുറച്ച് മെത്തേഡ് ഉണ്ട്. അതിൽ 4 മെത്തേഡ് ഉണ്ട് സ്പെസിഫിക്കലി. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ലംസം മെത്തേഡ്. ലംസം മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, 1 lot എൻറ്റയർ എമൗണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ റിഡംഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, 10 ലക്ഷം രൂപേന്റെ ഡിബഞ്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കമ്പനി പറഞ്ഞിട്ടുണ്ട് എന്ത്, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപയാണ് തിരിച്ചു വരും. ഫുൾ എമൗണ്ട് ആണ് തിരിച്ചു വരും. 5 ലക്ഷം 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 years കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണേ, ആ വാങ്ങിയ ആൾക്ക് 10 ലക്ഷം രൂപയും കംപ്ലീറ്റ് തിരിച്ചു കൊടുക്കണം. ഇതിന്റെ ഇടയിൽ ഈ ആൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. 12% ആണെങ്കിൽ 10 ലക്ഷം രൂപ വെച്ചിട്ട് 12%, ചിലപ്പോൾ 6 മാസത്തിലായിരിക്കാം, ചിലപ്പോൾ ഫുൾ ഇയറിലായിരിക്കും. എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് കിട്ടി പോയിട്ടുണ്ടാവും. അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടി ഇയാളുടെ കയ്യിലേക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം 5 വർഷം കഴിഞ്ഞ് റിഡീം ചെയ്യേണ്ട വർഷം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഫുൾ എമൗണ്ട് ഒറ്റ ലോട്ടിൽ ഫുൾ പേയ്മെന്റ് നടത്തി. 1 lot എൻറ്റയർ എമൗണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരെന്താടാ, ലംസം എമൗണ്ട്. ലംസം എമൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡംഷൻ നടത്താൻ പറ്റും. ആ ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാവും, അപ്പൊ തന്നെ വേറൊരാൾ ഓടി വരും. ആരാ, ഇൻസ്റ്റാൾമെന്റ്സ് അല്ലെ. ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്താ, ഇൻസ്റ്റാൾമെന്റ്സ്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്പെസിഫൈഡ് പോർഷൻ ഇന്റർവെൽ ആയിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ റിഡീം ചെയ്യാൻ പോകുന്നത്. പകരം എന്ത് ചെയ്യാ, പ്രിൻസിപ്പൾ ഞാൻ എന്ത് ചെയ്യണേ, ഈ ഡിബഞ്ചറിന്റെ പ്രിൻസിപ്പൾ എമൗണ്ട്, ഇൻട്രസ്റ്റ് അല്ലേ, പ്രിൻസിപ്പൾ എമൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യണം, ഓരോ വർഷം 2 വർഷം ഓരോ വർഷം ഇടവിട്ട് ചെറിയ എമൗണ്ട് കൊടുക്കണം. അപ്പൊ അതായത് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിരുന്നു, 2 ലക്ഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൊടുത്തു, ബാക്കി 2 ലക്ഷം അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ കൊടുത്തു, ബാക്കി 2 ലക്ഷം അടുത്ത വർഷം കഴിഞ്ഞ് കൊടുത്തു. ബാക്കി നേരത്തെ കേസിൽ എന്ത് ചെയ്യുന്നു, 10 ലക്ഷം വാങ്ങി 5ാമത്തെ വർഷം കൊണ്ടിട്ട് എല്ലാ 10 ലക്ഷം കൂടി കൊടുത്തു. 2 കേസിലും ആര് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ മാത്രമേ ഉള്ളൂ എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. 2 കേസിലും ഇൻട്രസ്റ്റ് ഉണ്ട്. പ്ലസ് ഒരേ ഒരു ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ പ്രിൻസിപ്പൾ എന്ത് ചെയ്യും, ഇന്റർവെൽ ആയിട്ട് സ്പെസിഫൈഡ് പോർഷൻ, അത് എത്ര പോർഷൻ ആണെന്നും എത്ര ഇന്റർവെൽ ആണെന്നൊക്കെ ഓരോ കമ്പനിക്ക് അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഓക്കെ, മറ്റൊരുത്താവുമ്പോൾ എന്ത് ചെയ്യും, ഫുൾ ലംസം എമൗണ്ടും കൊടുക്കും. 3ാമത്തെ ഒരു മെത്തേഡ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ പോകുന്ന മെത്തേഡും കുറെ ക്വസ്റ്റ്യനിൽ ഇതെന്താണെന്ന് അറിയാതെ നോക്കിയിരിക്കുന്ന മെത്തേഡാണ് എന്ത്, പർച്ചേസിങ് ഓപ്പൺ മാർക്കറ്റ്. അവിടെ നമ്മൾ ഒരു ആളെ കൊണ്ടുവരണം, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എന്ത് ചെയ്യണേ, നമ്മുടെ തന്നെ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, വേറെ എവിടെയും ചന്തയാണെന്ന് വിചാരിക്കേണ്ട. ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ വിൽക്കുന്നതും ഷെയർ വിൽക്കുന്നതൊക്കെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റിലല്ലേ അല്ലെ. അതുപോലെ ഡിബഞ്ചർ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, ഡിബഞ്ചർ നമ്മുടെ സ്വന്തം ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അക്കൗണ്ടിനെ കൊണ്ടുവരണം. അതാണ് എന്ത്, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, CMA കമ്പനി, അതിനൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഓടിച്ചത് പറയാം. ഫോർ എക്സാമ്പിൾ CMA കമ്പനി, 1 second. ഇപ്പൊ കഴിയൂട്ടോ. ഓക്കെ, CMA കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി ഇഷ്യൂഡ് 8% ഡിബഞ്ചർ. 8% ഡിബഞ്ചർ എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഏജ് ടേം ഒന്നും നിങ്ങൾ അങ്ങനെ വായിക്കണേ, 8% ഡിപ്പ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ, ഡിബഞ്ചർ ആണ്. 8% ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചറിന്. റുപ്പീസ് 10 lakh, 10 ലക്ഷം രൂപക്ക് എന്ത് ചെയ്തു, ഡിബഞ്ചർ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 8% ഇൻട്രസ്റ്റ് ബീങ് പേബിൾ, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് അറ്റ് 31st March, 31/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st March ആൻഡ് 30th September. 9 എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ അല്ലേ, അതെ 9 സെപ്റ്റംബർ. ഈ 2 ടേമിൽ, അതായത് 6 months കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഇന്ന കോലത്തിൽ എന്ത് ചെയ്തു, കമ്പനി എന്ത് ചെയ്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. എത്ര രൂപന്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, 10 ലക്ഷം രൂപന്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്.
ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, കമ്പനി എന്ത് ചെയ്യണേ, 50,000 ഡിബഞ്ചർ എന്ത് ചെയ്യണേ, പർച്ചേസ് ചെയ്യണേ. സംഭവിക്കുന്നത് എന്താണെന്ന് ശരിക്കും നോക്കണേ, സ്വന്തം ഡിബഞ്ചർ കമ്പനി തന്നെ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആരെ കൊണ്ടുവരണം ഞാൻ പറഞ്ഞു, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, കമ്പനി എന്ന് പോയിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, അറ്റ് 1/8 നമ്മുടെ എഴുതി ഉദ്ദേശിച്ചത് 1 ഓഗസ്റ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവും. ഇവിടെ സെപ്റ്റംബർ, ഇവിടെ മാർച്ച്. ഓക്കെ, അതായത് ഓഗസ്റ്റ് 1 കമ്പനി 50,000 ഡിബഞ്ചേഴ്സ്, DB എന്ന് എഴുതിയത് ഡിബഞ്ചേഴ്സ് ആണ്, 50,000 ഡിബഞ്ചർ എന്ത് ചെയ്തു, 96 രൂപക്ക് അറ്റ് 96 റുപ്പീസ്, 96 രൂപക്ക് ഫേസ് വാല്യൂ 96 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു, കമ്പനി എന്ത് ചെയ്തു, ഡിബഞ്ചർ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ 96 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്, ഫേസ് വാല്യൂ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യണം ഫേസ് വാല്യൂ എന്തായിരിക്കും, 100 ആയിരിക്കും അല്ലെ. 10 വെച്ചിട്ട് 96 വരില്ലല്ലോ, 100 ആയിരിക്കും എന്ന് വിചാരിച്ചോ. അപ്പൊ 100 റുപ്പീസ് ആണ് ഫേസ് വാല്യൂ. മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ബ്രാക്കറ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഫേസ് വാല്യൂ 100 എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 ആണെങ്കിൽ 10 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 96 ആയതുകൊണ്ട് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 96 എന്ന് പറയുന്നത് ഫേസ് വാല്യൂ 100 ആണെന്ന് വിചാരിച്ചു. 100 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ കമ്പനി സ്വന്തം ഡിബഞ്ചർ 50,000 ഡിബഞ്ചർ 96 രൂപക്ക് ഓഗസ്റ്റ് 1 കമ്പനി തന്നെ വാങ്ങുകയാണ്. ഓക്കെ, ഈ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു, കടപ്പത്രമാണ് അല്ലെ. ഈ കടപ്പത്രത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ കടപ്പത്രം ആര് ഹോൾഡ് ചെയ്യുന്നു അയാൾക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. അപ്പോ ഈ ഡിബഞ്ചർ മാർച്ച് 31 ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 30 സെപ്റ്റംബറിലാണ് അല്ലെ. നമ്മൾ വാങ്ങുന്നത് എന്താ, ഓഗസ്റ്റ് 1 അപ്പൊ മാർച്ച് 31 ഒരു ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. 31 മാർച്ചിൽ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അടുത്ത ഇൻട്രസ്റ്റ് തുടങ്ങായി ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എത്തിയപ്പോഴേക്കും 1 നമ്മൾ എന്ത് ചെയ്തു, വാങ്ങി. അപ്പൊ ഈ ഒരു 4 മാസത്തെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിബഞ്ചർമ കയറി കിടക്കുന്നുണ്ട് അല്ലെ. മനസ്സിലാവുന്നുണ്ടോ, ഈ ഡിബഞ്ചർ കമ്പനി വാങ്ങിയ 50,000 ഡിബഞ്ചർമ 4 മാസത്തെ ഇൻട്രസ്റ്റ് പോർഷൻ കയറി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാ, 31 മാർച്ചിന് അതുവരെയുള്ള 6 മാസത്തെ ഡിബഞ്ചർ കൊടുത്തു കഴിഞ്ഞു. പിന്നത്തെ അടുത്ത ഡിബഞ്ചർ എന്നാ കൊടുക്കുക, സെപ്റ്റംബറിലാണ് കൊടുക്കുക, 30 സെപ്റ്റംബറിലാണ് കൊടുക്കുക. അപ്പൊ ഈ ഒരു 6 മാസത്തെ ഡിബഞ്ചർ ഇനി സെപ്റ്റംബറിലാണ് കൊടുക്കുക. അതിന്റെ ഇടയിൽ പോയിട്ട് ഓഗസ്റ്റ് 1 പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നത്, കമ്പനി ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഒരു ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ടാവില്ലേ, ഉണ്ടാവും, ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ടാവും. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറിച്ചുള്ള ജേണൽ എൻട്രി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓൺ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എത്ര ഡിബഞ്ചർ എമൗണ്ട് ആയിരിക്കും കാണിക്കേണ്ടി വരിക, 50,000 ഡിബഞ്ചർ ആണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. 50,000 വാല്യൂ ആണോ, ഡിബഞ്ചറിന്റെ വാല്യൂ ആണ് 50,000 അല്ല, 50,000 എന്താടാ, ഒരു നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അതേ ഉള്ളൂ, നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലല്ലോ ഞാൻ പറഞ്ഞത്, സോറി, നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അതന്നെ ഉള്ളൂ. അത് ശരിയാണ്, 50,000 ഡിബഞ്ചേഴ്സ് ഫേസ് വാല്യൂ ഇത് അടിക്കുമ്പോൾ അത്രയാണ് ഡിബഞ്ചറും, കറക്റ്റ് ആണ്. സോറി അങ്ങനെയല്ലല്ലോ ആൾ ഉദ്ദേശിച്ചത്, ആണോ, സോറി, ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അങ്ങനെയല്ലടാ, കമ്പനി ഡിബഞ്ചേഴ്സ് 10 lakh റുപ്പീസ് ആണ് ടോട്ടൽ ഡിബഞ്ചർ അല്ലെ. 10 lakh ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ 100 അടിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അത്രയും നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉള്ളൂ. അപ്പോൾ കമ്പനി അപ്പോൾ 50,000 ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടുള്ള കൺഫ്യൂഷനാ. ഓക്കെ, എന്നാ എമൗണ്ട് കൂട്ടുക, 10 lakh അതിന്റെ ക്വസ്റ്റ്യൻ 50 lakh കിട്ടും. ഓക്കെ, ഓക്കെ അല്ലേടാ, ഓക്കെ, സോറിയോ. ഓക്കെ, 50 lakh ഡിബഞ്ചേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു, 50,000 ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്ക്, 96 റുപ്പീസിന്. അപ്പോൾ 50,000 ഡിബഞ്ചേഴ്സ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ എത്രയാണ്, 100 ഇൻറ്റു 96, അതായിരിക്കുമല്ലോ നമ്മൾ പേയ്മെന്റ് കൊടുത്ത എമൗണ്ട് അല്ലെ. അതായിരിക്കില്ല 50,000 ഡിബഞ്ചേഴ്സിന് കൊടുത്ത പേയ്മെന്റ് അല്ലെ, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. 50,000 നമ്പേഴ്സ് ഇൻറ്റു ഡിവൈഡ് ബൈ 100 ഇൻറ്റു 96, ദാറ്റ് ഈസ് 48,000 റുപ്പീസ്. ഓക്കെ, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് അതിന് അക്രൂ ചെയ്തിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് എത്ര ഡിബഞ്ചർ വാല്യൂ എത്ര ഉണ്ട്, 50,000 ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലെ. 50,000 ഡിബഞ്ചേഴ്സിനെ ഇൻറ്റു എത്ര, 8% അല്ലെ. ഇൻട്രസ്റ്റ് 8% ഡിബഞ്ചർ, സോറി, ഇൻറ്റു 8% ഇൻറ്റു എത്ര മന്ത് ഉണ്ട്, 4/12, 4 മാസത്തേക്ക് അല്ലെ. 1,333 ഉണ്ടാവും, 1,333 അല്ലെ. 1,333 റുപ്പീസ് ഇൻട്രസ്റ്റ് ഉണ്ടാവും.
ടു ബാങ്ക് അക്കൗണ്ട് എത്ര പോകണം? ഇത് രണ്ടും കൂടി കൂട്ടി 49,333. ഓക്കെ, ഓൺ ഡിബഞ്ചർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പർച്ചേസ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺ ഡിബഞ്ചർ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു പോർഷൻ ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ടാവും. ഇൻട്രസ്റ്റ് പോർഷൻ എപ്പോഴും എങ്ങനെയാണ് നോക്കണ്ടേ? എത്ര മാസത്തെ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത്. ഇവിടെ പ്രോഫിറ്റ് വന്നോ? പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിബഞ്ചറിനെ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൺ ഡിബഞ്ചർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ആ ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലയബിലിറ്റി ആണ്. ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? 8% ഡിബഞ്ചർ അല്ലേ? 8% ഡിബഞ്ചർ അക്കൗണ്ട് അതിനെന്ത് ചെയ്തു? നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലെ? 8% ഡിബഞ്ചർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര രൂപന്റെ ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്? കമ്പനി എത്ര രൂപന്റെ എത്ര ഡിബഞ്ചേഴ്സ് വാങ്ങിയിട്ടുള്ളത്? 50,000 റുപ്പീസിന്റെ 50,000 സംതിങ് അല്ലേ എന്ന് പറഞ്ഞ? അതെ അല്ലെ? 50,000 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യുന്നത് അല്ലെ? 50,000 റുപ്പീസിന്റെ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുമ്പോൾ 48,000 സംതിങ് ആണ് നമ്മൾ എമൗണ്ട് കൊടുത്ത് അല്ലെ? ഓൺ ഡിബഞ്ചർ 48,000. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് എത്ര രൂപ കിട്ടും? 2,000 റുപ്പീസ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കിട്ടും ക്യാൻസലേഷന്റെ സമയത്ത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് ഓഫ് ഡിബഞ്ചറിന്റെ റിഡംഷൻ എന്ത്? റിഡംഷൻ ത്രൂ കൺവേർഷൻ ഓഫ് ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞു റിഡംഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഡിബഞ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ക്യാപിറ്റൽ ആക്കിയിട്ട് മാറ്റുക. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യണം. ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജേണൽ എൻട്രി എന്താ? ഡിബഞ്ചർ അക്കൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ആർക്കാ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലെ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ കയ്യിലേക്ക് വന്നു അല്ലെ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ആ ഹോൾഡേഴ്സ് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് കൊടുത്ത് നമ്മൾ പിരിച്ചുവിടുകയാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇക്വിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? ഇക്വിറ്റി കൊടുക്കണം അല്ലെ? അപ്പൊ ഡിബഞ്ചർ രണ്ടാമത്തെ എൻട്രി എന്ത് വരിക? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു എങ്ങടാ പോണ്ടേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇപ്പൊ എന്താ സംഭവിച്ചേ? കയ്യിലുണ്ടായിരുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വിറ്റി ആക്കി കൺവേർട്ട് കൊടുത്തു. ചില സമയത്ത് അവിടെ എന്തുണ്ടാവും? ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടാവും അല്ലെ? പ്രീമിയത്തിലാണെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. റിഡംഷൻ കൺവേർഷൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്യുക? ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സിലേക്ക് കൊണ്ടുവരിക. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക? ഇക്വിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. 4 മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പറ്റും. ഡിബഞ്ചറും റിഡീം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയുണ്ട്? അറ്റ് പാറും അറ്റ് പ്രീമിയം അറ്റ് ഡിസ്കൗണ്ടും ഉണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ജേണൽ എൻട്രീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ലംസം ആവുന്ന സമയത്ത് അപ്ലിക്കേഷൻ മണി നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും കിട്ടുന്ന പോലെ തന്നെ അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി. അലോട്ട്മെന്റിന്റെ സമയത്തോ അപ്ലിക്കേഷൻ എമൗണ്ട് എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഡിബഞ്ചർ ആവുമ്പോൾ ഡിസ്കൗണ്ടും ഉണ്ട്, പ്രീമിയം ഉണ്ട്, പാറും ഉണ്ട്. മറ്റൊരു പ്രീമിയം പാറും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രീമിയം അക്കൗണ്ട്. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഡിബഞ്ചറിന് എന്ത് ചെയ്യാനേ? റിഡീം ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഐ തിങ്ക് 1.5 hours അടുത്തായി. നമ്മൾ ചെറിയ ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ഒന്നും അധികം ചെയ്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് കൺസെപ്റ്റ് പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? പ്രിഫറൻസ് ഷെയർസിന്റെ ഇഷ്യൂ ഓക്കെ അല്ലേ? പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ ഓക്കെ അല്ലേ? ഡിബഞ്ചറിന്റെ ഇഷ്യൂവും ഡിബഞ്ചറിന്റെ റിഡംഷനും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സോ ഓക്കെ, താങ്ക് യു ഗൈസ്. എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പിൽ ഇതിലിട്ടാൽ മതി. ഓക്കെ, നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്ക്. ശേഷം സിമ്പിൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ നമ്പറോ എസിന്റെ ക്ലാസ് ഷാദലി സാറോട് പറയും. സാറ് പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് വെക്കാം. ദിസ് ഇസ് മൈ നമ്പർ 9746190952. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? റിഡംഷനിൽ ഡിബഞ്ചറിന്റെ റിഡംഷനൊക്കെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് 2-3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിലൊരു സാധനം ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട്, കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഇതാകാത്തതുകൊണ്ടാണ്. അതായത് ഡിബഞ്ചറിന്റെ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡിബഞ്ചർ, ഇപ്പൊ ഞാൻ നേരത്തെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിനെ കുറിച്ച് പറഞ്ഞില്ലേ? റിസർവിലേക്ക് ഫണ്ട് മാറ്റി വെക്കുന്നു പറഞ്ഞില്ലേ? അതുപോലെ ഡിബഞ്ചറിലും എന്ത് ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് റെക്കോർഡ് അവൈലബിൾ ആണോ? ഇതിന്റെ റെക്കോർഡ് ഇവിടെ അവൈലബിൾ ആയിരിക്കും.
ഓക്കെ, ഡിബഞ്ചറിലേക്ക് എന്ത് ചെയ്യണം, റിഡംഷൻ റിസർവിലേക്ക് മാറ്റി വെക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ മാറ്റി വെച്ച എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മുടെ കയ്യിൽ കുറെ പൈസ നമ്മൾ റിസർവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ചെറിയൊരു ടോപ്പിക്കാണ് പറയുന്നത്, ആ ചെറിയൊരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവും അവസാനം. ഇപ്പൊ റിസർവ് ഫണ്ടിൽ നമ്മുടെ കയ്യിൽ കുറെ റിസർവ് ഫണ്ട് എന്നുണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ഈ റിസർവ് ഫണ്ട് ഇങ്ങനെ കമ്പനി ഐഡിയലാക്കി വെക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നില്ല. കമ്പനി എന്ത് ചെയ്യും, എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനും കൂടി കമ്പനിക്ക് എന്ത് ചെയ്യും, റിട്ടേൺ കിട്ടും. അങ്ങനെ ഡിബഞ്ചറിലും അങ്ങനെ പരിപാടി ഉണ്ട്. എന്ത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, ഇൻകം കിട്ടുന്നുണ്ടാവും, അത് V&L-ലേക്ക് ഇടും. അവസാനം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്ലോസ് ചെയ്യുന്നതും ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതുമായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുന്ന സമയത്ത് അവസാനത്തേക്ക് വരുമ്പോൾ 2-3-4 ക്വസ്റ്റ്യൻ അങ്ങനെ വരും. അത് നിങ്ങൾക്ക് ആർക്കും കിട്ടാതെ അങ്ങനെയും കൺഫ്യൂഷൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം, സോൾവ് ചെയ്ത് തരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ആൾ എൻജോയ്. ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് പോയിന്റ് ഇത്രയല്ലേ ഉള്ളൂടാ, ടോപ്പിക് ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യില്ല, ജസ്റ്റ് കവറപ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ, ബ്രഷ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഗായ്സ്. നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, 1 സെക്കൻഡ്, നമ്പർ ഞാൻ ഇവിടെ എഴുതിരാം. 746195. ഓക്കെ, ആരെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ പിൻ ചെയ്താൽ മതി. ഓക്കെ ഫൈൻ, താങ്ക് യു ഗൈസ്. ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്യാം.